ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ദിനേന എന്നോണം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ വെബിനാറുകൾ നടത്തി വരുന്നുണ്ട്. എന്നാൽ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന രീതിയിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, വിൻബിൾ അക്കാദമിയിൽ വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകളായും കോഴ്സസ് ആയും ട്രെയിനിങ്സ് ആയും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിലെ CBT സർട്ടിഫിക്കേഷൻ കോഴ്സിന്റെ ഓറിയന്റേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ എന്ന രീതിയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ CBT സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇപ്പോൾ 4th ബാച്ചിൽ എത്തി നിൽക്കുകയാണ്. അതിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബാച്ചിന്റെ എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ കോൺവെക്കേഷന് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ നമ്മുടെ 4th ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത ഒരുപാട് പേരൊക്കെ ഇവിടെ ജോയിൻ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം. സോ നമ്മുടെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഇപ്പോഴും പലർക്കും ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളുണ്ട്. ഈ കോഴ്സ് എന്താണ്, ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ഇതിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണോ, സിലബസ് എങ്ങനെയാണ്, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ് എന്ന് പറയുമ്പോഴേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങൾ ഡെയിലി നമ്മൾ കാണാറുണ്ട്. സോ അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരൊറ്റ ആൻസർ എന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന രീതിയിൽ നമ്മുടെ വെബിനാർ മാറ്റിയിട്ടുള്ളത്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ സാറിനോടിന് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം, മനസ്സിലാക്കാം. നമ്മൾ ഇന്നായിരുന്നു അതിന്റെ 4th ബാച്ചിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ വെബിനാർ ഓറിയന്റേഷൻ പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഈ വെബിനാറിലോട്ട് എല്ലാവരെയും ഹൃദ്യമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് നിസാൽ സാറാണ്. സാർ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. അതുപോലെ CBT ബെഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ട്രെയിൻഡ് ആയിട്ടുള്ള CBT ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണ്. ABA തെറാപ്പിസ്റ്റ് ആണ്. വിൻബിൾ അക്കാദമിയിൽ തന്നെ CBT സർട്ടിഫിക്കേഷൻ കൂടാതെ തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള DBT, സ്റ്റുഡൻസ് കൗൺസിലിംഗ്, CBT ഫോർ ചിൽഡ്രൻ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകളും തെറാപ്പി സെഷനുകളും സാർ നടത്തി വരുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഓരോ വീക്കിലും വ്യത്യസ്തമായിട്ടുള്ള നോളജുകളാണ് വെബിനാറുകളായി എല്ലാ വെള്ളിയാഴ്ചയും സാറിന്റെ വെബിനാർ സെഷൻസ് നമുക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ഇന്നത്തെ ഒരു സെഷനിലോട്ട് പോവാം. നമ്മുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി നിസാർ സാറിനെ ഏറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. Thank you, Rahman. Hello, good evening. Good evening, sir. Good evening, sir. Good evening. നമുക്ക് ഒരുപാട് എനിക്ക് തോന്നുന്നു 5 ഡേയ്സിലും അഡ്വാൻസ് CBTയിലും ഒക്കെ ഉണ്ടായിരുന്ന അല്ലെ പുതിയ ബാച്ചിലേക്ക് വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷം. കാരണം കുറെ ആളുകൾക്ക് ഒരു റഹ്മത്ത് പറഞ്ഞതുപോലെ ഒരു കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് CBTയിൽ നടക്കുന്നത്. അപ്പോൾ 5 ഡേയ്സിൽ നമുക്ക് അത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൽ ഡീപ്പസ്റ്റിലേക്ക് നമ്മൾ പോകാൻ പറ്റില്ല. കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്താണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് 5 ഡേയ്സ് നടക്കുന്നത്. അതിലുപരിയായിട്ട് നമുക്ക് ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ ഞാനിപ്പോ CBT കഴിഞ്ഞത് ഒരു 40 അവേഴ്സിന്റെ ഒരു കോഴ്സായിരുന്നു ബെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കഴിഞ്ഞു. പക്ഷെ അത് എടുത്തത് 1.5 വർഷം എടുത്തു എന്നുള്ളതാണ്. മാസത്തിൽ 2-3 ക്ലാസ് അവർ വരും. അങ്ങനെ ഒരു സമയം എടുത്തു. പക്ഷെ സർട്ടിഫൈഡ് ഞാനിപ്പോ അടുത്താണ്, ഒരു ഡിസംബറിലാണ് എനിക്ക് എൻ്റെ സർട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ എനിവേ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെറിയ എന്താണ് ഒരു CBT എന്നുള്ളതും നമ്മുടെ ഈ ഒരു കോഴ്സുമായിട്ട് എന്തൊക്കെയാണ് ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുക, അത് പറയുക എന്നുള്ളതാണ് ഈ ഒരു സെഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങാം. എൻ്റെ പേര് നിസാവ് എന്നാണ്, കാലിക്കറ്റ് സ്വദേശിയാണ്. നമ്മുടെ ഒരു വിൻബിൾ അക്കാദമി വരുന്നത് ഗുരുവായൂർ തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പള്ളി എന്നുള്ള സ്ഥലത്താണ്. എനിവേ അപ്പോ നമുക്ക് എന്താണ് ഒരു CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു സൈക്കോ തെറാപ്പിയിലെ ഏറ്റവും ആദ്യത്തെ 10ൽ തന്നെ 2ാം സ്ഥാനം, 1ാം സ്ഥാനം ഒരിക്കലും ഞാൻ കൊടുക്കില്ല. കാരണം നമുക്ക് ഒരിക്കൽ പ്രധാനപ്പെട്ട മറ്റ് തെറാപ്പികൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പല സാഹചര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഞാൻ കൊടുക്കുന്നത് CBTക്ക് 2ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ഇതിന് സയന്റിഫിക് ആയിട്ട് തന്നെ ഒരുപാട് എവിഡൻസ് ബേസ് ആയിട്ടാണ് നമുക്കൊരു കേസിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് ഒരു കേസ് നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ അപ്ലിക്കേഷൻ ലെവലിൽ തന്നാൽ നിങ്ങൾ ഏത് കേസ് കൊടുക്കും? ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടി, ഒരു 9 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിക്കുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി
ആ കുട്ടീന്റെ പ്രശ്നങ്ങൾ പറയുന്നു. അച്ഛനും അമ്മയും പറയും ഇപ്പൊ അടുത്ത കാലത്ത് കുട്ടി ഭയങ്കര അഗ്രസീവ് ആണ്, സംസാരിക്കുന്നില്ല, പ്രശ്നങ്ങളാണ്, പിന്നെ ഭയങ്കര വാശിയാണ്, പഠനത്തിൽ ബാക്കപ്പാണ്, മൊബൈലിൽ കളിക്കും. ഇതൊക്കെയാണ് പ്രസന്റ്ലി കംപ്ലൈന്റ് അവർ പറയുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞൊരു കുട്ടിയായിട്ട് വന്ന് നിങ്ങളെ ഫസ്റ്റ് അപ്രോച്ച് എന്തായിരിക്കും ആ കുട്ടിയെ കുറിച്ചിട്ടുള്ളത്? ഏത് സൈക്കോ തെറാപ്പി? നമ്മൾ സാധാരണ നോർമൽ ഈ ഒരു ബേസിക് ആയിട്ട് സ്കില്ലും കൗൺസിലും നമുക്ക് റാപ്പോ ബിൽഡപ്പ് ഒക്കെ നമുക്കറിയാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ മുമ്പിൽ ഒരാൾ ഈ ഒരു കേസ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൈക്കോ തെറാപ്പി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് നിങ്ങൾ കൊടുക്കും ഈ ഒരു വിഷയത്തിൽ? ആർക്കെങ്കിലും ഒന്ന് ഇടപെടാൻ പറ്റുമോ? ബിഹേവിയർ തെറാപ്പിയാണോ സാർ? അത് കൊടുക്കാം. ബിഹേവിയർ തെറാപ്പി തന്നെയാണ്. ബിഹേവിയർ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു പ്രോസസ്സിംഗിലേക്ക് പോകണം. കുട്ടിയുടെ ബിഹേവിയർ ആണ് നമുക്ക് പ്രശ്നം. കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെയൊക്കെ ബിഹേവിയർ തെറാപ്പി നമ്മൾ ഏത് രീതിയിലാണ് കൊടുക്കുക? ബിഹേവിയർ തെറാപ്പി പറഞ്ഞ് നല്ലൊരു ഇത് തന്നെയാണ്. ബിഹേവിയർ മാനേജ്മെന്റ് ആണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട്. പക്ഷെ നമുക്ക് ബിഹേവിയർ മാനേജ്മെന്റ് കൊണ്ട് മാത്രം അവിടെ അക്സെപ്റ്റബിൾ ആവുമോ? ഇല്ല. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടിയുടെ തോട്ട് പ്രോസസ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ അഗ്രഷൻ ആയതെന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ അതിനെന്ത് അപ്പൊ അതിനെന്ത് വേണം? അപ്പം MSc ചെയ്യണം. അല്ല, തോട്ട് പാറ്റേൺ നമ്മൾ തോട്ട് പാറ്റേൺ അല്ല, നമ്മൾ സൈക്കോ തെറാപ്പി മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ തോട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് തോട്ട് പ്രധാനമായിട്ട് സൈക്കോ തെറാപ്പിയിൽ ഏത് സൈക്കോ തെറാപ്പിയാണ് ഉപയോഗിക്കുക? കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതെ, അതാണ് നമ്മുടെ CBT കൊണ്ടുകൂടെ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഒരു കൗൺസിലിംഗ് സെഷൻ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? ഒരു ക്ലയന്റ് നമ്മൾ ആദ്യമായിട്ട് നമ്മളെ മുമ്പിൽ വരുന്ന സമയത്ത് നമ്മൾ അയാളുമായിട്ട് സംസാരിച്ചതിന് ശേഷം നേരെ ഡയറക്റ്റ് ആയിട്ട് പോകുന്നതാണ് റിയാലിറ്റി തെറാപ്പി. ആ ക്ലയന്റിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അയാളുടെ യഥാർത്ഥ പ്രസന്റ്ലി പ്രോബ്ലം എന്താണ്? 100 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും കൺസേൺ ആയി തോന്നിയ ഒരു കാര്യം എന്താണ്? അതാണ് റിയൽ ആയിട്ട് തിരിച്ചറിയാവുന്നത് റിയാലിറ്റി തെറാപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് അങ്ങോട്ടാണ് ലോഗോ പഠിച്ചിട്ടുണ്ടാവും. ലോഗോ തെറാപ്പി എന്ന് പറയുന്നത്. ഈ ലോഗോ തെറാപ്പിയിൽ എന്താണ് അവിടെ? ക്ലയന്റിന്റെ നീഡ്സ് ആണ്. എന്താണ് ഈ ക്ലയന്റിന് ആവശ്യമുള്ളത്, ഏത് രീതിയിലാണ് അവരെ ഫ്രണ്ട്സ് ഉള്ളത്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത്. അപ്പോ ആ ക്ലയന്റിന്റെ ആവശ്യങ്ങളും കാര്യങ്ങളും നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്നത്? RBT. അവിടെയും നമ്മൾ CBT ഉപയോഗിച്ചിട്ടില്ല, എത്തിയിട്ടില്ല. CBT അടുത്ത പോകുന്നത് RBTയിലേക്കാണ്, റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു തെറാപ്പിയിലേക്ക്. അവിടെയുള്ള ക്ലയന്റിന്റെ വിശ്വാസങ്ങളും തെറ്റായിട്ടുള്ള പിന്നെ പ്രയാസങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഈ ഒരു സംഭവത്തെ കുറിച്ച് അവരുടെ ബിലീഫ് സിസ്റ്റം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ആ ബിലീഫിനൊന്നും നമ്മൾ മാർക്കറ്റ് RBT ഉപയോഗിച്ചേ പറ്റൂ. അതിനുശേഷം നമ്മൾ പോകേണ്ട ഒരു ഏരിയ ആണ് CBT. 4ാമത്തെ പൊസിഷനിലേക്കാണ്. ഒരു സെഷനിൽ അരമണിക്കൂർ 4ാമത്തെ ഒരു കാര്യത്തിലേക്കാണ് CBTയുടെ പോക്ക്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു എക്സ്പ്ലോറേഷൻ നടക്കേണ്ടത്. അതായത് ശരിക്കും ഒരു ഇന്റർവെൻഷൻ CBT കൊടുക്കുമ്പോൾ നടക്കേണ്ടത് അയാളുടെ ചിന്തകളിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് യഥാർത്ഥത്തിൽ CBTയിൽ നടക്കുന്നത്. ഒരു സംഭവം സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് ഒരു ചിന്ത അയാളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ആ ചിന്തകൾ കാരണം അയാൾക്ക് പലതരത്തിൽ ഇമോഷൻസുകൾ ഉണ്ടാവും. ഇമോഷൻസ് കാരണം പല പെരുമാറ്റ രീതികൾ നമുക്കറിയാം. അതെല്ലാ തെറാപ്പിയിലും ഇതേപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ CBTയെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആ സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് ഒരു ചിന്തകൾ വന്നു, ആ ചിന്തകളെ അയാൾ ഏത് കാഴ്ചപ്പാടോടുകൂടിയാണ് എന്ത് രീതിയിലാണ് അവിടെ കണ്ടിട്ടുള്ളത്, അതാണ് അയാൾക്ക് വന്നിട്ടുള്ള ഇമോഷൻസും അത് കാരണമായി ഇമോഷൻസ് കാരണം അയാളെ പെരുമാറ്റ രീതിയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം. ഈ ഒരു പാറ്റേൺ ആണ് തോട്ട് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന CBT. തോട്ട്, ഇമോഷൻ, ബിഹേവിയർ എന്നിട്ടുള്ള ഈ ഒരു മോഡൽ വെച്ചിട്ടാണ് CBT സ്റ്റാർട്ടിങ് തന്നെ. ഒരു സെഷന് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വളരെ രീതിയിലൊരു ഒരു ക്ലയന്റിന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ്. അതായത് ഷോർട്ട് ടേം ആണ്, സിമ്പിൾ ആയിട്ട്, അത് സ്ട്രക്ചേർഡ് ആണ്. നമുക്ക് ഇതിലുള്ള ഓരോ ടൂളുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ ഒരുപാട് പിന്നെ ഈ ഒരു ഇപ്പോൾ ഡൈനാമിക്കിലേക്കൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് സെഷൻസ് ആണ്. നമുക്കറിയാം ലോങ് ടേം ആണ് പ്രോസസ്സിംഗ് എന്നുള്ളത്. അത് കോൺഷ്യസ് മൈൻഡിൽ നിന്നും അല്ല അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നും കോൺഷ്യസ് മൈൻഡിലേക്ക് അയാളുടെ ബ്രെയിനിൽ നടക്കുന്ന വ്യതിയാനങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരുപാട് സെഷൻ എടുക്കുകയാണ്. അതേ സമയത്ത് നമ്മളടുത്ത് ഈ CBT ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ചിലേക്ക് വരുന്ന സമയത്ത് എവിഡൻസ്, അയാളുടെ പ്രസന്റ് പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ പ്രസന്റ് പ്രോബ്ലത്തിൽ എന്താണ് അവിടെ നടന്നത്, ആ സമയത്ത് അയാളുടെ മനസ്സിലൂടെ ചിന്തയിലൂടെ എന്തൊക്കെ ചിന്തകളാണ് വന്നിട്ടുള്ളത്, ആ ചിന്തകളെ നമ്മൾ
അല്ലെങ്കിൽ അയാൾ ഏത് അർത്ഥമാണ് അവിടെ കണ്ടെത്തത്, ഇതായിരിക്കും യഥാർത്ഥത്തിൽ പ്രസന്റ് പ്രോബ്ലത്തിലേക്ക് അയാൾ ഒരു ആങ്സൈറ്റിയിലേക്കോ ഒരു ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ സൈക്കോട്ടിക് ഇഷ്യൂസിലേക്ക് ഏതൊരു ഇഷ്യൂസിലേക്കും അയാൾ പോയിട്ടുണ്ടാവും. ഈ ഒരു മോഡലാണ് CBT പ്രധാനമായിട്ടും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ ഈ ഒരു CBT നമ്മൾ 5 ഡേയ്സിൽ 1 ഡേ ആദ്യത്തെ ദിവസം ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നുണ്ട്. കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. പല ആളുകളും പറയാറുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ കിട്ടി എന്നുള്ളത്. ആ ഒരു ദിവസം എടുക്കുന്നതാണ് 14 സെഷൻ കൊണ്ട് അഡ്വാൻസ് ലെവലിൽ നമ്മൾ തീർക്കുന്നത്. തോട്ട് മാത്രം. തോട്ടിനെ എങ്ങനെ തിരിച്ചറിയാം, ഒരാൾക്ക് നെഗറ്റീവ് പോസിറ്റീവ് എങ്ങനെ വരുന്നുണ്ട്, ഇമോഷൻസിന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ആ ഇമോഷന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്, ആ പ്രോസസ്സിങ് കാരണം ഒരു ബിഹേവിയറിൽ എങ്ങനെയാണ് എത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു വിശദീകരണം ആ CBT മോഡൽ 1 ഡേ എന്ന് പറയുന്ന ആ മോഡലാണ് പിന്നീട് ഒരു 14-15 നമ്മൾ 1.5 മാസം കൊണ്ട് തീർക്കുന്നത്. പിന്നെ അതിനുശേഷം CBTയിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്താലും ഈ ജോയിൻ ചെയ്തവർക്കൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, യഥാർത്ഥത്തിൽ ഒരാളുടെ സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാകുന്ന സിറ്റുവേഷൻ അല്ല പ്രോബ്ലം. ആ സിറ്റുവേഷൻ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു ചിന്താ രീതിയാണ്, ആ ചിന്തകൾ ഏതൊരർത്ഥമാണ് അയാൾ കാണുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഒരു കുട്ടിയുടെ കേസ് നേരത്തെ പറഞ്ഞ യഥാർത്ഥത്തിൽ എന്തായിരിക്കും അവിടെ നിങ്ങൾക്ക് പല ക്ലാസ്സിലും ഞാൻ ആ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ കേസിലേക്ക് വന്ന സമയത്ത് ആ കുട്ടി ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന രാത്രി അച്ഛനൊന്നും ചോക്ലേറ്റ് പോയിട്ട് വരുന്ന ഒരു അച്ഛനാണ്. വളരെ സ്നേഹത്തോടെ രാത്രി വരുന്ന, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, രണ്ടാളും പിന്നെ ഒരുമിച്ച് കിടന്നുറങ്ങുന്നു. ഇതാണ് ഡെയിലി പാറ്റേൺ. ഒരു ദിവസം അച്ഛൻ വരുന്നു, കയ്യിൽ ചോക്ലേറ്റ് ഇല്ല, നേരെ എൻ്റെ അടുത്ത് വന്നു, കുട്ടീൻ്റെ അടുത്ത് വന്നിരിക്കുന്നില്ല, മിണ്ടുന്നില്ല. ആള് നിന്ന് കുറച്ചു നേരം മൊബൈൽ നോക്കുന്നു, നേരെ റൂമിലേക്ക് പോകുന്നു, പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്ന് തിരിച്ച് അവിടെ വന്നിരിക്കുന്നു 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ മനസ്സ് കുട്ടിയോട് മിണ്ടുന്നില്ല. ആള് നേരെ തന്നെ ബെഡ്റൂമിലേക്ക് പോയി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതിനുശേഷം കുട്ടിക്ക് ഉണ്ടായ സംഭവം എന്താണ്, ഇമോഷണലി ആയിട്ട് അതേപോലെ അഗ്രസീവായി, പഠനത്തെ ശ്രദ്ധിക്കുന്നില്ല, മൊബൈൽ ഒരു അഡിക്ഷൻ, ആരും സംസാരമില്ല, ഇങ്ങനെ പല ഇതിലേക്ക് പോയി. കുട്ടി അവിടെ എന്താണ് മനസ്സിലാക്കി, അച്ഛൻ എന്നോട് ഇഷ്ടമില്ല. കാരണം എന്താണ്, കുട്ടിക്ക് എവിഡൻസ് ബൈ തെളിവ് എന്താണ്, അച്ഛൻ ചോക്ലേറ്റ് തന്നിട്ടില്ല, എന്നോട് മിണ്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ എങ്ങനെ ഒരു CBTയിലേക്ക് അവിടെ കൊടുക്കുക, കാരണം ആ സിറ്റുവേഷനെ നമ്മൾ എന്താണ് റീക്രിയേറ്റ് ചെയ്യാണ്, കുട്ടിയുടെ ചിന്തകളെ മാറ്റുകയാണ്. ആ കുട്ടിക്ക് ഒരു 6 സെഷനാണ് CBT മോഡൽ പഠിപ്പിക്കുക. ഇപ്പൊ ചെറിയ കുട്ടിയാണ്, പെട്ടെന്ന് മനസ്സിലാവില്ലാത്തത് കൊണ്ടും ആ ഒരു ഏജ് പ്രശ്നം തന്നെയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യം കുട്ടി യഥാർത്ഥത്തിൽ അച്ഛന് എന്തുകൊണ്ടാണ് അവിടെ ചോക്ലേറ്റ് ഇല്ലാതെ വന്നതും, എന്തുകൊണ്ടാണ് തൻ്റെ അടുത്ത് വന്നിരുന്ന സമയത്ത് എന്നെ ശ്രദ്ധിക്കാതിരുന്നതും, ഒരുമിച്ച് എന്തുകൊണ്ടാണ് അന്ന് രാത്രി എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാതിരുന്നതും, ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് ആ കുട്ടിയെ ഓരോ സെഷനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയ കുട്ടി പറഞ്ഞത്, ഞാൻ അന്ന് ചിന്തിച്ചത് തെറ്റായിപ്പോയി, ആ സിറ്റുവേഷനിൽ ഞാൻ അച്ഛനെ മനസ്സിലാക്കേണ്ടിയിരുന്നു. അപ്പോൾ പ്രശ്നം ഇവിടെയാണ്, സിറ്റുവേഷൻ അല്ല പ്രശ്നം, സിറ്റുവേഷൻ ഉണ്ടാവുന്ന ചില ചിന്താ രീതികളാണ് നമ്മൾ ഇതാണ് CBTയിലെ മെയിൻ ആയിട്ട് CBT മോഡൽ എന്ന് പറയും. അപ്പൊ അതിനുശേഷം നമ്മൾ എന്താണ് CBT മോഡൽ ഉപയോഗിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് പെട്ടെന്ന് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് തോട്ട് റെക്കോർഡ്. തോട്ട് റെക്കോർഡിനെ കുറച്ചറിയാം. ആ സിറ്റുവേഷൻ എഴുതുന്നു, സിറ്റുവേഷൻ തോട്ടിന്റെ അതിന്റെ ഇമോഷൻ റൈറ്റ് ചെയ്തതാണ്. ഇമോഷൻ റൈറ്റിന് ശേഷം അയാൾക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് തോട്ടുകൾ, അതിനുശേഷം അത് ആ തോട്ടിന് എന്ത് എവിഡൻസ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ആ ഒരു ബേസ് വെച്ചിട്ടാണ് തോട്ട് റെക്കോർഡുകൾ ഇങ്ങനെ പോകുന്നത്. അവസാനം എന്താണ്, തന്റെ ചിന്തകൾ ശരിയാണോ സത്യമാണോ എന്ന് പരിശോധിക്കാം. ഇതേ സംഭവം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലോ നിങ്ങൾക്ക് പിന്നെ അതേപോലെ വീട്ടിൽ ആരെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ പറഞ്ഞു കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പ്രശ്നം റിലാക്സ് ആയി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് കൂടി നമ്മൾ പഠിപ്പിച്ചിട്ടാണ് ആ ക്ലയന്റിന് അവിടെ ആ ഒരു സെഷന് നമ്മൾ വിടുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒരു ആദ്യത്തെ കുറഞ്ഞ സെഷനുകൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 13-14 ഒരു ബേസിക് ആയിട്ടുള്ള ആ ഒരു ഫൗണ്ടേഷൻ ആണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ പോകുന്നത് ഇതിൽ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്ലയന്റിന് അല്ലെങ്കിൽ നമുക്ക് തന്നെയുള്ള, കാരണം CBT ഉപയോഗിക്കുന്ന ഒരു നമ്മൾ മെന്റൽ ഇൽനെസ്സിന് മാത്രമല്ല, നമ്മൾ പേഴ്സണൽ ലൈഫിലും ഉപയോഗിക്കാം. അപ്പൊ പേഴ്സണൽ ലൈഫിൽ നമുക്കൊരു ഇൻസിഡൻസ് സമയത്ത് ഒക്കെ പിന്നെ ഉണ്ടാകുന്ന സമയത്ത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ചിന്താരീതികളും നമ്മുടെ ഇമോഷൻസും പെരുമാറ്റ രീതിയൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അല്ലെ നമ്മൾ തന്നെ എന്താണ്, നിങ്ങളൊരു വിക്ടിംസിന്റെ ഒരു NPD അല്ലെങ്കിൽ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള അല്ലെങ്കിൽ ബൈപ്പോളാർ ഉള്ള ഒരു കുടുംബത്തിലൊക്കെ ആണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ അവർക്ക് അപ്ലിക്കേഷൻ ലെവലിൽ പോകാം, എങ്ങനെ അവിടെ നമുക്ക് ഡിപെൻഡർ ആയിട്ട് നിൽക്കാം, ഏത് രീതിയിൽ റെസ്പോൺസ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് CBT കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ലൈഫിൽ തന്നെ സ്വയമായിട്ട് തന്നെ നമുക്ക് ഇതിലൊക്കെ പഠിച്ചു. പിന്നെ അതേപോലെ ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഒരുപാട്, ഞാൻ ഏകദേശം ഈ ഒരു വിൻബിൾ അക്കാദമിയിൽ വന്നതിന് ശേഷം തന്നെ ഒരു 10-40 സൈക്കോതെറാപ്പി തന്നെ ഇവിടെ ഫ്രീ വെബിനാർ എടുത്തു. പക്ഷെ ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നതൊന്നുമല്ല. കാരണം എന്താണ്, ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാക്കുക, ആളുകൾ കൊടുക്കുക.
ഇത് മാത്രം പഠിച്ച സംഭവമാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ 70ന്റെ മുകളിൽ തന്നെ നമുക്ക് ഒരുപാട് സൈക്കോ തെറാപ്പികളുണ്ട്. അപ്പൊ ചില ആളുകൾ എന്താ സൈക്കോ തെറാപ്പിയും കാണുമ്പോൾ അപ്പൊ തന്നെ ആ കോഴ്സിൽ ജോയിൻ ചെയ്യും, അല്ലെങ്കിൽ കുറെ തെറാപ്പികളുണ്ട്. പക്ഷെ അത്രയും വേണ്ട. അറ്റ്ലീസ്റ്റ് നമ്മളെ കയ്യിൽ ഒരു 3 തെറാപ്പി 4 തെറാപ്പി സൈക്കോ തെറാപ്പി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ആക്ടിവിറ്റി ടൂളുകൾ കറക്റ്റ് ഫോർമാറ്റോട് കൂടി നല്ല രീതിയിൽ ചെയ്ത് പോവുകയാണെങ്കിൽ, ഇനി CBT അല്ല, CBT DBT നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ല RBT നിങ്ങളുടെ കയ്യിലുണ്ട്, അത് മാത്രം മതി. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം. അതിൽ എന്തൊക്കെയാണ് അതിന്റെ ഫോർമാറ്റുകൾ, അതിലെങ്ങനെയാണ് അസസ്മെന്റ് എടുക്കേണ്ടത്, എങ്ങനെയാണ് റാപ്പോ ബിൽഡപ്പ്. ഓരോ തെറാപ്പിക്കും വ്യത്യസ്തമായിട്ടുള്ള റാപ്പോ ബിൽഡപ്പ് ആണ്. നമ്മൾ സാധാരണ കൗൺസിൽ സ്കില്ല് പഠിക്കുന്നുണ്ട് റാപ്പോ ബിൽഡപ്പ്. പക്ഷെ CBT ആണെങ്കിൽ RBT ഒക്കെ വ്യത്യസ്തമായിട്ട് രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പൊ അത് നമ്മൾ പഠിക്കണം. ആക്ടിവിറ്റി ടൂൾസുകൾ നമ്മൾ പ്രാക്ടിക്കലായി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതല്ല. ക്ലയന്റ് നമ്മൾ ചിലപ്പോൾ CBT ഒക്കെ 100+ ആക്ടിവിറ്റീസുകൾ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ. പക്ഷെ അതൊന്നും നമ്മൾ കൊടുക്കുക എന്നുള്ളതല്ല. സാഹചര്യങ്ങൾ നോക്കിയിട്ട് ക്ലയന്റ് തന്നെ പ്രയോറിറ്റി ആക്കിയിട്ട് അവർക്ക് ഇന്ന ആക്ടിവിറ്റി കൊടുക്കാം, അല്ല ഇന്നത് സാധനം അവർക്ക് എഴുതി കാണിച്ചു കൊടുക്കാനുള്ള സമയം ആയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ മാത്രം, അല്ലാണ്ട് നമ്മൾ എത്ര അട്ടിക്ക് നമ്മൾ ആക്ടിവിറ്റി എന്ത് ചെയ്യാ എല്ലാം കൊടുത്തു തീർക്കുക എന്നുള്ളതല്ല. അപ്പോൾ ആ ക്ലയന്റിന്റെ ആ മാനസിക അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് CBTയിലെ ഓരോ കാര്യം. അപ്പോൾ ഇതിലേക്ക് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത് ഏതൊരു തെറാപ്പിയിലാണെങ്കിൽ നമ്മൾ മനസ്സിലാണ് ഒരു തെറ്റായിട്ടുള്ള തിങ്കിങ് പാറ്റേൺ, അല്ലെങ്കിൽ ഡെലൂഷണൽ ബിലീഫ്സ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ് ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ പറയാണ്, ഞാൻ എന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്, എനിക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല, ഞാൻ 100% പെർഫെക്ഷൻ ആണ്, എന്റെ ഭാഗത്തൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആളുകൾ എന്നെ അംഗീകരിക്കില്ല. ഇതൊരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ്. ഓൾ ഓർ നത്തിങ് എന്ന് പറയും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്താഗതി എന്നൊക്കെ പറയും. ഇതേപോലെയുള്ള 10-11ഓളം നമുക്ക് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസുകൾ ഉണ്ട്. കാറ്റഗറൈസിങ് ഉണ്ട്, അതേപോലെ മൈൻഡ് റീഡിംഗ് ഉണ്ട്, ഓവർ ജനറലൈസേഷൻ, ഇങ്ങനെ പലതരത്തിലുള്ള ഓരോ ഡിസ്റ്റോർഷൻസിനെയും അതെങ്ങനെ വരുന്നു, ഏതൊക്കെ രീതിയിലാണ് ഒരാളെ ബാധിക്കുന്നത് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു തെറാപ്പിയിൽ ഈ 3 month അഡ്വാൻസ് ലെവലിൽ കറക്റ്റ് ആയിട്ട് പോകും. അപ്പൊ 5 ഡേയ്സിലൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, സമയപരിധി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഇതിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് ലെവലിൽ പോവുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് വരുന്നത് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ഒന്നാണ് കേസ് കൺസെപ്റ്റലൈസേഷൻ. MSc റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എഴുതുന്ന ആളുകളാണ്. പക്ഷെ MSc റിപ്പോർട്ടിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേണിലൊക്കെ ആയിരിക്കും നമ്മുടെ കേസ് കൺസെപ്റ്റ്, CBTയിലെ കേസ് കൺസെപ്റ്റലൈസേഷന്റെ ഒരു പാറ്റേൺ തന്നെ. കാരണം ഇവിടെ എല്ലാ എക്സ്പീരിയൻസും നമുക്ക് കിട്ടി MScയിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ മൈന്യൂട്ട് ആയിട്ട് പോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തി അയാൾക്ക് എങ്ങനെയാണ് ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, അയാൾ എങ്ങനെയാണ് ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുള്ളത്, എങ്ങനെയാണ് അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, ഏത് രീതിയിലൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡൽ ഉണ്ട്, 4PS മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരാളെ ലൈഫിൽ നടക്കുന്ന ഏതൊക്കെ ഇൻസിഡൻസുകളെ ജീവിതത്തെ പൂർണ്ണമായിട്ടും തകർന്നു എന്നത് ഈ ഒരു 4PS മോഡൽ എന്ത് ചെയ്യണം, നമ്മൾ CBTയിലെ കേസ് കൺസെപ്റ്റലൈസേഷൻ ആഡ് ചെയ്യുന്നു. അതിനുശേഷമായിരിക്കണം അയാളെ ഓരോ ഇന്റർവെൻഷനും കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ആണ്, നെഗറ്റീവ് ചിന്തകൾ നമ്മൾ കണ്ടെത്തി ഇതിന്റെ പോസിറ്റീവിലേക്ക് മാറ്റുന്ന ഒരു രീതി. ഇനി മറ്റൊരു ടൂളാണ് ബിഹേവിയർ ആക്ടിവേഷൻ. ഇത് ഫൈനൽ സ്റ്റേജ്, ഡിപ്രഷനുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് തോന്നുമ്പോൾ CBT തന്നെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ടൂളാണ് ബിഹേവിയർ ആക്ടിവേഷൻ എന്നുള്ളത്. പ്രസന്റ് ആക്ടിവിറ്റീസുകളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് നല്ലൊരു ഹാപ്പിയസ്റ്റ് മൊമെന്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുക. മറ്റൊരു ടൂളാണ് എക്സ്പോഷർ. ആങ്സൈറ്റി POCD പോലെയുള്ള ആങ്സൈറ്റി ഡിസോർഡറുകൾക്ക് വേണ്ടി വളരെയധികം സ്പെഷ്യലാക്കി ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു ടൂൾ. അപ്പൊ എക്സ്പോഷർ എന്ന് പറയും, നമുക്കറിയാം റിയൽ സിറ്റുവേഷനിൽ കൊണ്ടുപോകും. പക്ഷെ അത് എങ്ങനെ കൊടുക്കാം? OCDയിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഒബ്സഷനും വരും, കമ്പൽഷനും വരും. ചില ആളുകൾക്ക് കമ്പൽഷൻ ഉണ്ടാവില്ല, ഒബ്സഷൻ മാത്രം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഏതൊക്കെ രീതിയിൽ എക്സ്പോഷർ നമ്മൾ കൊടുക്കാം, അവരുടെ ലൈഫിലേക്ക് അവര് എഫക്റ്റീവ് ആവുന്ന രീതിയിൽ, റിലാക്സേഷൻ ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഫൈനലി അപ്പൊ ഈ ഒരു മെയിൻ ആയിട്ട് കൊടുക്കുന്ന ഈ ഒരു ടൂളിനെ ബേസ് ചെയ്തിട്ട് കുറെ നമുക്ക് വ്യത്യസ്തമായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 52ഓളം ടൂളുകളാണ് നമുക്ക് ഈ ഒരു CBTയിൽ പഠിക്കാനുള്ളത്. അതൊരു ടൂൾ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് ടെക്നിക്ക് മാത്രമാണ്. കാരണം ഇത് എങ്ങനെ ഉപയോഗിക്കാം, ഏത് രീതിയിലാണ് ഒരു ക്ലയന്റ് വന്ന ഡിപ്രഷൻ വന്നാൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, ആങ്സൈറ്റി വന്നാൽ എങ്ങനെ, ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് അല്ല ഡിസോർഡറുള്ള ആളെങ്ങനെ, കപ്പിൾസിലേക്ക് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, കുട്ടികൾക്ക് എങ്ങനെ ഉപയോഗിക്കാം, ഇതൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് രീതിയിൽ തന്നെ ഇവിടെ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ ഈ റിലാക്സേഷൻ ടെക്നിക്കുകൾ, ബ്രീത്തിങ് എക്സസൈസുകൾ, ഗ്രൗണ്ടിങ് ടെക്നിക്കുകൾ, അതേപോലെ അവർക്ക് മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ,
അപ്പോൾ CBT എന്ന് പറയുന്ന ഓവറോൾ ആയിട്ട് നമുക്ക് എല്ലാ തെറാപ്പിയും ഉൾപ്പെടുന്ന വ്യത്യസ്തമായി തന്നെ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഈ ഒരു കോഴ്സുകളുടെ ഉള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓവറോൾ എല്ലാ മെന്റൽ ഇൽനെസ്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് സൈക്കോട്ടിക് വരെ. സൈക്കോട്ടിക് എന്ന് പറയുമ്പോൾ സൈക്കോതെറാപ്പി ഒരു ഏരിയയിൽ എഫക്റ്റീവ് ആകാത്ത ഒരു ഏരിയ ആണത്. പക്ഷെങ്കിൽ വിത്ത് മെഡിക്കേഷനോട് കൂടി സൈക്കോട്ടിക് ഡിസോർഡറുകൾ വരെ നമുക്ക് ഇന്നത്തെ കാലത്ത് പിന്നെ CBT ഉപയോഗിക്കാം. CBT ആദ്യമായിട്ട് കൊണ്ടുവന്ന ഡിപ്രഷന് മാത്രമാണ്. പിന്നെ അത് ആങ്സൈറ്റിയിലേക്ക് മാറി. ആങ്സൈറ്റി തന്നെ അപ്പൊ അതെന്താണ് വളരെയധികം ഇന്നത്തെ കാലത്ത് ഒരുപാട് 50-40 വർഷങ്ങളായി വന്നു. വ്യത്യസ്തമായിട്ട് എല്ലാ ഇൽനെസ്സിലും നമുക്ക് CBT സിമ്പിൾ ആയിട്ട് ഇപ്പോൾ പുതുതായിട്ട് ഈ ടിബെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു റിസർച്ച് നടത്തിക്കൊണ്ട് അഡോളസൻസ് കേസുകളിൽ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ സൂയിസൈഡ് കേസുകളിൽ സ്പെസിഫിക് ആയിട്ട് എങ്ങനെയൊക്കെ നടന്നുകൊണ്ട് അതിന്റെ ഓരോ പിന്നെ റിപ്പോർട്ട് നമ്മൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഭാഗം. ടിബെക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അത്യാവശ്യം ഫീ ഉണ്ട്. പറ്റുന്ന ആളുകളൊക്കെ ഏതെങ്കിലും ഓൺലൈനാണ് ഉണ്ടാവുക. ജോയിൻ ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഏകദേശം 1.5-2 ലക്ഷം രൂപേന്റെ അടുത്ത് അതിന് എക്സ്പേർട്സ് ആണ്. അവരുടെ ആക്ടിവിറ്റീസും ഇതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അവർ അഫോർഡബിൾ ആണ് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്ത് പഠിക്കാം. അതേ ഒരു മൊഡ്യൂൾ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഒരു ഐഡിയ തരിക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാം, ഇത് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയാം. പിന്നെ അതേപോലെ മുമ്പ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ പറയാം. അപ്പോൾ ഏകദേശം ഒരു നിങ്ങളുടെ നല്ലൊരു ഇന്ററാക്ഷൻ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഇപ്പൊ എന്തെങ്കിലും മറ്റു തരത്തിൽ സംശയങ്ങൾ ചോദിക്കണം, അതും ചോദിക്കാം. ഇങ്ങനൊരു CBT മാത്രം ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഏത് കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് വിഷയവുമില്ല. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെയാണ് സാർ. അപ്പോൾ നമ്മുടെ മുമ്പിൽ ബാച്ചിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു. 1-2 പേര്. ഞാൻ CBT സാറിന്റെ 5 days വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ 1 day 2 days ഒക്കെ ഉള്ള കോഴ്സസ് മീൻസ് ക്ലാസ്സസ് ഞാൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സാറിന്റെ. ഈ CBT 5 days കൊണ്ട് ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. ഒരിക്കലും പഠിക്കാനെന്നല്ല, ഒരു ഓവറോൾ ഒരു കവറേജ്, ജസ്റ്റ് ഒരു എന്താ പറയാ ബേസ് ലൈൻ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനെ അപ്പം നമുക്ക് അതിൽ നിന്ന് ക്യാച്ച് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ 3 months കോഴ്സ് എനിക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അന്നേരമാണ് ഈ കോഴ്സിനെ കുറിച്ച് ഇതിനകത്ത് നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോഴേക്കും അതിന്റെ ബ്രോഷർ ഇട്ടായിരുന്നു. അന്നേരം എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ ഉടൻ തന്നെ അത് ജോയിൻ ചെയ്തു. വളരെ കുറഞ്ഞ പേയ്മെന്റ് ആണ് യഥാർത്ഥത്തില്. ഞാൻ വേറെ ഒരു സാർ, ഈ സാറിന് IRD ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ. ഓക്കെ. അപ്പം അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും നോക്കിയിട്ടുണ്ട്. പിന്നെ ഫീസ് നല്ല സ്ട്രക്ചർ, ഫീസ് കൂടുതലാണ് എല്ലായിടത്തും. പക്ഷെ ഈ CBT നമുക്ക് ഒരു സൈക്കോതെറാപ്പി, അതായത് നമ്മൾക്ക് മെഡിക്കേഷൻ ലെവലില് ഭയങ്കര ഇതായിട്ട് ചെയ്യാൻ പറ്റാത്ത കേസസ് എല്ലാം CBTയിലെ പല കേസസ്, അതായത് ഡിപ്രഷൻ, പിന്നെ OCD, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എല്ലാം CBT വഴി മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പിന്നെ സാറ് ക്ലാസ്സിൽ നന്നായിട്ട് പറഞ്ഞു തന്നു. അന്നേരം ഒരു ഈഗർനെസ് ഉണ്ടായി എല്ലാം പഠിക്കണമെന്ന്. പിന്നെ ഈ ഡിപ്രഷൻ കേസസ് ഒക്കെ മാനേജ് ചെയ്യാൻ സാറിന്റെ ആ ടൂൾസും പിന്നെ സാറിന്റെ കുറെ എക്സ്പീരിയൻസ് സാർ ഷെയർ ചെയ്തു. അത് പേഴ്സണലായിട്ട് സാർ എങ്ങനെ ഡീൽ ചെയ്തിട്ടുണ്ട്, OCD ഉള്ള പേഷ്യന്റിനെ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്തത്, അതെനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയി. ആ ഒരു സാറ് പറഞ്ഞ ഓർമ്മയാണോ എന്തോ, ഒരു വൈഫും ഹസ്ബൻഡും കൊണ്ടുള്ള ഒരു ഇഷ്യൂ പറഞ്ഞത് മൊബൈലിലെ, സാർ ഓർക്കുന്നുണ്ടോ എന്തോ, മൊബൈലിലെ തെറ്റായ മെസ്സേജ് വന്നെന്നുള്ളതിൽ. അപ്പൊ ആ സബ്ജക്റ്റിനെ കുറിച്ചൊരു അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് കുറെ ട്രിക്കുകൾ വഴി നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം തോന്നി. അതുകൊണ്ടാണ് ഞാനും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തത്. കൂടുതൽ അന്ന് ഈ 5 ദിവസത്തിൽ നിന്ന് സാറ് ഓട്ടിച്ചു പോകുമായിരുന്നു. കാരണം സാറിനത് ഫിനിഷ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ലിമിറ്റഡ് ടൈം ഉണ്ട്. എന്നാലും 2 മണിക്കൂറൊക്കെയാണ് ഓരോ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ 500 rupees ഈ 5 ദിവസത്തെ വർക്ക്ഷോപ്പില്, അതായത് 10-12 മണിക്കൂർ സാറ് ചെലവഴിച്ചു. ഒരിക്കലും വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ നൽകൂല ഇത്രയും ടൈം എടുത്ത് ക്ലാസ് പഠിപ്പിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇതായിപ്പോയി. ഇത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും സാറിന്റെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കണം. ഞാൻ MA സൈക്കോളജി കഴിഞ്ഞതാണ്. അപ്പം
കുറച്ച് വർഷങ്ങളായെന്നേ ഉള്ളൂ. പിന്നെ അത് മടക്കി വെച്ചിരുന്നു. ഇപ്പം വീണ്ടും എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ അതെ. CBSE പഠിച്ചിട്ട് അത് ആപ്ലിക്കേഷൻ ചെയ്യണമെന്ന് വിചാരിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സാണ്. ഓക്കെ ഓക്കെ. ഓക്കെ. താങ്ക് യു മാം, ഒരു ഓക്കെ. വാല്യൂബിൾ ഫീഡ്ബാക്ക്. പിന്നെ ഈ ഒരു 3 മാസത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആഴ്ചയിൽ ബുധനും വ്യാഴം ക്ലാസ് ഉണ്ടാവും. ഒരു 1.5 മണിക്കൂർ നമ്മൾ ടോപ്പിക്കുമായിട്ടും ഒരു 15 മിനിറ്റ് ഡിസ്കഷൻ ആണ്. ഓക്കെ. പിന്നെ വീക്കിലി നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആക്ടിവിറ്റി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു മെന്റർ നിങ്ങളെ കൂടെ ഉണ്ട്. ആഴ്ചയിൽ ഇപ്പോൾ നമ്മൾ പുതിയൊരു ബാച്ച് മൂലം ആഴ്ചയിൽ 3 സെഷൻ ക്ലാസ്സുകളുണ്ടാവും. 2 ക്ലാസ് എൻ്റെതും നമ്മുടെ കൂടെ തന്നെയുള്ള നമ്മുടെ അക്കാദമിയിൽ തന്നെയുള്ള ഷമീന മാം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആ ചെയ്ത ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്, റിസൾട്ട് എങ്ങനെയാണ് ഉണ്ടാവും, അത് കറക്റ്റ് ആയിട്ട് ലൈവിൽ വന്ന് കാണിച്ചു കൊടുക്കുകയും വേണം. അത് അവരെ കൊണ്ട് അവരെന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത് പറഞ്ഞു തരികയും. അപ്പോൾ വീക്കിലി ഒരു 3 സെഷനാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 1 ആക്ടിവിറ്റിയിലും 2 തിയററ്റിക് ആയിട്ട് എൻ്റെ ക്ലാസ്സുകൾ. പിന്നെ ഈ ഒരു ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാന്നുള്ളത്, കാരണം നമുക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കുക സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതല്ല നമുക്ക് അവിടെ. നമ്മൾ സ്കില്ലാവുക, എക്സ്പെർട്ട് ആവുക. ഒരു ക്ലയന്റ് നമുക്ക് ഈ ഒരു ഇഗ്നറ്റിന്റെ സർട്ടിഫിക്കറ്റ് വളരെ വാല്യൂബിൾ ആണ്. എംബസി അറ്റേഷൻ ഗൾഫിലൊക്കെ വളരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു, പക്ഷെ എങ്കിൽ പോലും എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സ്കില്ലഡ് ആയിട്ടില്ലെങ്കിൽ ഈ ഒരു 3 മാസം ഇങ്ങനെ ക്ലാസ് കേട്ട് കഴിഞ്ഞു പോയി അങ്ങനെ അവിടെ തീർന്നു ഒരു മാറ്റവും ഇല്ലെങ്കിൽ അവിടെ നമുക്ക് എക്സ്പെർട്ട് ആകാൻ കഴിയും. അതേ സമയത്ത് നമ്മൾ ഓരോ സെഷൻ നിങ്ങൾ ലൈവായിട്ട് വരുന്നു, കാര്യങ്ങൾ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നു, ക്ലാസ് നോട്ടുകൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. നമ്മൾ ഒരു 1.5 മണിക്കൂർ നമ്മുടെ ലൈഫിന് വേണ്ടി മാറ്റി കൊടുക്കുകയാണ്. ജീവിതത്തിൽ ഏറ്റവും നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് ഇൻസിഡന്റ്, നമുക്ക് ഒരുപാട് മേഖലയിൽ ജോലി ചെയ്തു വീണ്ടും നമുക്കൊരു പഠിക്കാനൊരു അവസരം നിങ്ങൾ തേടി ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു സമയമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് നമ്മൾ വീണ്ടും എന്താണ് ഒരു സൈലന്റ് മോഡിലേക്ക്, ഒരു സെലക്റ്റീവ് ബ്യൂട്ടിസം എന്നൊക്കെ പറയാറ്, അതിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാം. സീസൺ ഇപ്പോ 3500 ആണ്, 4000 ആണെങ്കിലും അക്കാദമിയെ സംബന്ധിച്ച് അപ്പുറം നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാൻ മാക്സിമം ഇനി എന്തൊരു മെറ്റീരിയൽസ് ആണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഇതിൽ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത്. ഏതൊരു കോഴ്സാണ് ഇപ്പൊ ചിലപ്പോൾ 3 days ആണെങ്കിലും 5 daysലാണെങ്കിലും ഇനിയിപ്പോ മന്ത്ലി. ഇപ്പൊ ഞാൻ മാത്രമല്ല, LD കോഴ്സുകൾ നടക്കുന്നുണ്ട്, കപ്പിൾ കോഴ്സ്. അപ്പൊ ഓരോ ഫാക്കൽറ്റിയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. എങ്ങനെയാണ് അവർ ക്ലാസ് എടുക്കുന്നത്, എന്തൊക്കെ ഹെൽപ്പ്, ഏതൊരു സമയം. പലരും എന്നോട് പറയാണ്ട് മെസ്സേജ് അയച്ചാൽ പെട്ടെന്ന് റീപ്ലൈ കിട്ടുന്നത് അത് തന്നെയാണ്. കാരണം ഇതൊന്നും നമുക്ക് കിട്ടാത്തൊരു ഏരിയ ആണ്. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സാറോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാല് ഞാൻ പഠിച്ചത് ആർക്കും കൊടുക്കാൻ പറ്റൂല, എന്റെ സാധനങ്ങൾ ആർക്കും കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഇപ്പം തന്നെ നമുക്ക് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് പോകുന്ന സമയത്ത് ഡിസ്റ്റൻസ് എന്നൊരു സാധനമാണ് നിങ്ങളുടെ കയ്യിൽ. എന്തൊക്കെ പ്രയാസങ്ങളായിരിക്കും അവിടെ ഉണ്ടാവും. ഒരു അസസ്മെന്റ് ടൂള് നമുക്ക് കാണിച്ചു തരുമോ? ഇല്ല. അതൊക്കെ നമുക്ക് ലൈഫിൽ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഇന്റേൺഷിപ്പ് ചെയ്ത് നമ്മൾ സ്കില്ലഡ് ആവുക. നമ്മൾ പെർഫോമൻസ് എങ്ങനെ കാണിക്കും? നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കോൺഫിഡൻസോട് കൂടി ഒരു കേസ് ആദ്യമായിട്ട് വരുന്ന സമയത്ത് അതെങ്ങനെ ഏറ്റെടുക്കും? നമ്മൾ പഠിച്ചതൊക്കെ കൊടുക്കുക. ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ക്ലയന്റ് നമ്മളെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ 100% ക്ലയന്റിനെ ഫോക്കസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? ക്ലയന്റ് പറയുന്നത് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമല്ല. 50% അങ്ങോട്ട് കൊടുക്കുക, 50% നമ്മുടെ മൈൻഡ് സെറ്റിങ്ങിലേക്കാണ്. ഈ ഒരു ക്ലയന്റ് വന്നത് എന്തിനാണ്, എന്താണ് എന്നോട് പറയുന്നത്, ഞാനൊക്കെ എന്ത് ഇന്റർവെൻഷൻ ആണ് കൊടുക്കുക, ഏത് സൈക്കോ തെറാപ്പി കൊടുക്കും, ഈ ഒരു സെഷൻ കഴിയുമ്പോൾ തൽക്കാലം കുറച്ച് സെഷനാണ്, എന്ത് ആക്ടിവിറ്റീസ് ആണ് അയാൾ വീട്ടിൽ പോയി ചെയ്യാൻ. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എന്താണ് എപ്പോഴും വേണം. അതല്ല അയാൾ പൂർണ്ണമായിട്ട് നമ്മൾ കേട്ടിരിക്കുക എന്നുള്ള പൊസിഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊന്നും ഇന്റർവെൻഷൻ അവിടെ തരില്ല. നിങ്ങൾ പോയിക്കോളെ, ജേണൽ എഴുതിക്കോളെ. റിപ്രഷനുള്ള ആൾ ജേണൽ എഴുതാൻ പറഞ്ഞാൽ അയാൾ എഴുതുവോ? എഴുതൂല. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു സങ്കടം വരുന്ന സമയത്ത് ആരെ ഫോൺ വിളിച്ച് പറഞ്ഞോളൂ, അങ്ങനെ പറഞ്ഞ് നടക്കുവോ? ഇല്ല, അവർ ചെയ്യില്ല. അപ്പോൾ നമുക്കിതിനെ ഏതെങ്കിലും ഒരു തെറാപ്പിയെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ച് ചെയ്യാൻ വേണം. അത് നമ്മൾ പ്രവർത്തിക്കാനുള്ള, നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരും. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു മൂന്ന് മാസത്തെ കോഴ്സുകൾ നമ്മൾ പോണ്. മുമ്പത്തെ ബാച്ചിൽ കുറച്ച് നമ്മൾ ഓരോ ബാച്ചിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ബാച്ചിലൊന്നും ഈ ഒരു 3 സെഷൻ ഇല്ലായിരുന്നു, 2 സെഷൻ മാത്രമേ ഉണ്ടായിരുന്നു. ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പിന്നെ അക്കാദമി താരാമാമായിരുന്നു കൗൺസിലിംഗ് കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. അവരുടെ തന്നെ ആക്ടിവിറ്റീസൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും ഇന്ന് ഇപ്രാവശ്യം കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ക്ലിനിക്ക് തന്നെ നിലവിൽ എപ്പോഴും വേണം, അവൈലബിലിറ്റി ഉള്ള ഒരാളാണ്. കാരണം നിങ്ങൾക്ക്
ഈ ഒരു കോഴ്സുമായിട്ട് എപ്പോഴും ക്ലിനിക്കിൽ വരാം. ഇവിടെ വരുന്ന കേസുകൾ എന്നാൽ നമ്മളെല്ലാം ഇവാലുവേഷൻ റിപ്പോർട്ടും കേസ് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. എങ്കിൽ പോലും ഇവിടെ റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അത് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ, ഞാനാണെങ്കിലും ഷമീന വർഷം ആരെങ്കിലുമൊക്കെ ഓഫീസിൽ എപ്പോഴും ഉണ്ടാവും. അതൊക്കെ എന്താണ് ഈ ഒരു കോഴ്സുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് ആണ്. മറ്റെവിടെങ്കിലും പോയി കിട്ടുമോയെന്നൊന്നും എനിക്കറിയില്ല. ഇല്ല എന്ന് തന്നെയാണ് പലരും ആളുകൾ പറയാം. അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ അപ്പൊ ഈ രീതിയിൽ മാക്സിമം എന്താണ് ഒരു 3 മന്ത് കോഴ്സിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു കോൺഫിഡൻസ് ലെവൽ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അത് ഉറപ്പാണ്. അത് പിന്നെ കാരണം എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു വാക്കാണ്. കാരണം കഴിഞ്ഞ 2 ബാച്ചിൽ ആ പല ആളുകളും ഞാനുമായിട്ട് റിലേഷൻഷിപ്പ്, കാരണം പിന്നെ ഇപ്പൊ അടുത്ത് കോൺവെക്കേഷൻ കഴിഞ്ഞു, കുറഞ്ഞ പേരാണ് വന്നിട്ടുള്ളതെങ്കിലും പിന്നെ ആ ഒരു പിന്നെ റിലേഷൻഷിപ്പ്, കാരണം അവർ ഒരു 50-60 ഒരു ഗ്രൂപ്പ് വരെ എന്നെ അതിൽ വരെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ നമ്മൾക്ക് അത്രയും സ്നേഹവും നമ്മൾ അത്ര ഒരു റെസ്പെക്റ്റും, അതേപോലെ ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആ മുമ്പ് ജോയിൻ ചെയ്ത ആളുകളൊക്കെ ചോദിക്കും. നമ്മൾ എല്ലാ കോഴ്സിനും പോയി ചേരുക എന്നുള്ളതല്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഒരു അക്കാദമിയിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അക്കാദമി ലെവൽ എങ്ങനെയാണ് പോകുന്നത്, ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ്, ഇവിടുത്തെ സെഷൻ ടൈമിംഗ് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് അറിയും. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മാക്സിമം എന്താണ് പറ്റുന്ന ആൾ പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളും ഇതേപോലെ ഞാൻ തരുന്ന പിന്നെ കണ്ടന്റുകളും അതേപോലെ മെറ്റീരിയൽസ് നിങ്ങൾ ഒരാൾക്കും കൊടുക്കണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏരിയ നിങ്ങൾ കൊടുക്കണം. അവരെ എന്താണ് നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഒരാൾ സെൽഫ് ചോദിച്ച് വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കണം. കാരണം അത് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത സാധനമായിരിക്കാം ചിലപ്പോൾ അയാൾ ചോദിക്കുക. നിങ്ങളുടെ കയ്യിലുണ്ടേ അത് കൊടുക്കുക. ഇപ്പൊ ഏകദേശം 99 എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ബാച്ചിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഏകദേശം ഒരു 30-40ഓളം അസസ്മെന്റ് ടൂളാണ്. അതൊന്നും നമുക്ക് ക്ലിനിക്കൽ ലെവൽ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ട പക്ഷെ അതിനൊക്കെ പറ്റി നമ്മൾ പഠിച്ചു വെക്കുന്നതും ആ ഒരു ടൂൾ എങ്ങനെയാണ്, അസസ്മെന്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്, ഒക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചത് നിർബന്ധമാണ്. അപ്പൊ നെക്സ്റ്റ് ബാച്ച് തുടങ്ങുന്നത് ഇന്നാണ് തുടങ്ങേണ്ടത്. നെക്സ്റ്റ് ബാച്ച് നമ്മൾ തുടങ്ങുന്നത് നാളെയാണ്. ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവുക. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നാളെ ഇതേപോലെ CBT കുറിച്ചല്ല, വേറൊരു ടോപ്പിക്കാണ് എടുക്കുക. CBTന്റെ ക്ലാസ് ശരിക്കും അടുത്ത 8-ാം തീയതി 9-ാം തീയതിയാണ് അടുത്ത ബുധനും കൊടുക്കുക. പക്ഷെ നാളെ തെറാപ്പി ബേസ് തന്നെ നമുക്ക് ബേസിക് ആയിട്ടൊരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഉണ്ടാവുക. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോർഡിനേറ്ററോ ഗ്രൂപ്പിൽ ആരെങ്കിലും എന്നോട് മെസ്സേജ് അയച്ചാലും മതി. നാളെയാണ് ശരിക്കും തുടങ്ങുന്നത് ആ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഏതെങ്കിലും നിങ്ങളെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. മുമ്പത്തെ ഏതെങ്കിലും ബാച്ചിലുള്ളവർ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഒരു കഴിഞ്ഞ ഫസ്റ്റ് ബാച്ചോ സെക്കൻഡ് ബാച്ചോ തേർഡ് ബാച്ച്? പേഴ്സണലി തേർഡ് ബാച്ച് റണ്ണിങ് ആണ്, തീരാറായി. 1-2 സെഷനും കൂടി ഉള്ളൂ അവർക്ക്. ഇനിയിപ്പോൾ ആ സെഷനിലുള്ള ആളുകൾക്കൊന്ന് പറയാം. ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലേ? പ്രശ്നമില്ല. ഇനിയിപ്പോ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, സാറിന്റെ നോട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിൽ ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞത് വളരെ എന്താ പറയാ, വളരെ വ്യത്യസ്തനാക്കുന്നുണ്ട് സാറ്. ഗ്രേറ്റ് സർ. പലരും പറഞ്ഞു കേട്ടിട്ടുള്ള സാർ അത് പറഞ്ഞത് വളരെ ഒരു യു ആർ ഗ്രേറ്റ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സർ. താങ്ക് യു. കാരണം ഞാനിപ്പോ ഈ ഒരു PPT ഉണ്ടാക്കാൻ, നോട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് ഇപ്പൊ ഒരാൾക്ക് ഷെയർ ചെയ്യാൻ അങ്ങനെ ഷെയർ ചെയ്ത് പോയിക്കോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ല. നമ്മള് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് സാറ്. ശരിക്കും പറഞ്ഞ ഞാൻ ആ നോട്ട്സ് എല്ലാം പ്രിന്റ് എടുത്തിട്ടാണ് ഞാൻ ക്ലാസ്സിനിരുന്നത്. ആക്ച്വലി ഞാനൊരു ആദ്യം CBTയുടെ സാറിന്റെ ഒരു ക്ലാസ്സിന് കയറി. പക്ഷെ എനിക്ക് ഒരേ ഒരു ക്ലാസ്സിന് മാത്രമേ അന്ന് എനിക്ക് ലൈവായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഒരു ക്ലാസ് എനിക്ക് കിട്ടിയില്ല. ഞാൻ റെക്കോർഡ് ഇങ്ങനെ കേൾക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ, പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ നോട്ട്സ് എടുത്തു വെച്ചിട്ടാണ് 2ാമത്തെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തത്. അന്നേരം എനിക്ക് നല്ലതായിട്ടത് മനസ്സിലായി. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരു 120 പേജെങ്കിലും കാണും അത്, ആ നോട്ട്സ്. അത്ര ക്ലിയർ ആയിട്ടും അതുപോലെ തന്നെ ടൂൾസ് വരെ സാറ് അത് അയച്ചു തന്നു. നമുക്ക് അത്രയും ഷെയർ ചെയ്ത് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സാറിന്റെ ആ നല്ല മനസ്സിന് താങ്ക്സ് സാർ. ചോദിച്ചിരുന്നു. അല്ല സാർ, ഞാനൊരു ഡൗട്ട് ചെയ്യട്ടെ സാർ. ഇപ്പം ബെക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണല്ലോ CBT കോഴ്സ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മള് സാറിന്റെ അണ്ടറിൽ ഇപ്പം ഈ 3 മാസത്തെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കും ആ ഒരു സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്യുന്നെന്ന്
നമ്മളവിടെ പഠിച്ചിട്ടില്ലെങ്കിലും അതേപോലെ തന്നെ നമുക്കും പറയാലോ അല്ലേ? ഓ അതെ പറയും, നിങ്ങൾ CBT പ്രാക്ടീഷണറായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ആ ഒരു വേണം. അതായത് PG നമ്മൾ കൗൺസിൽ ചെയ്യാനുള്ള സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് എന്തായാലും വേണം. CBT പഠിച്ചു വെച്ചിട്ട് എനിക്ക് കൗൺസിൽ ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ പറ്റില്ല. ബേസിക് ആയിട്ട് ആദ്യം നിങ്ങൾ ആ ക്വാളിഫിക്കേഷൻ വേണം എന്തായാലും. അല്ല, ഓൾറെഡി ഞാനൊരു കൗൺസിലിംഗ് ഇതിലാണ് ഒരു 5 വർഷമായിട്ട് ക്ലിനിക്കിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരുപാട് CBT 6 മന്ത്സ് ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ, പക്ഷെ അതൊന്നും ബെക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച ഒരാളുടെ അണ്ടറിലല്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇത് ചെയ്ത് കഴിയുമ്പോൾ ടൂൾസും കാര്യങ്ങളൊക്കെ സാർ ഇങ്ങനെ കൂടെ നിന്ന് ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞല്ലോ, പ്രാക്ടിക്കലി നമുക്കെല്ലാം. അപ്പൊ ഒന്നും കൂടി ഇതാവല്ലേ. അതെ അതെ. പിന്നെ പ്രധാനമായിട്ടൊന്ന് മാമിന്റെ സൗണ്ട് ബ്രേക്ക് ആയിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് മാത്രമാണോ അറിയില്ല. എങ്ങനെ കേട്ടില്ല സൗണ്ട്. എലിജിബിലിറ്റി എന്താണ് ഈ കോഴ്സ്? നമ്മള് മെയിൻ ആയിട്ട് സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ഇത് നോക്കുന്നത്. ഇനിയിപ്പോ സാധാരണ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CBT എന്ന് പറയുന്നത് ആർക്കും പഠിക്കാം എന്നുള്ളതാണ്, റിയൽ ലൈഫിൽ വേണ്ടി. ഇത് ഈ CBT ബെക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറയുന്നത് ഇതിന് മെയിൻ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. ആർക്കും എവിടെ എടുക്കും. പക്ഷെ നമ്മൾ സൈക്കോതെറാപ്പി ഉപയോഗിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു PG ബാക്ക്ഗ്രൗണ്ട് എങ്കിലും വേണം. നമുക്ക് ഇപ്പോൾ കൗൺസിൽ ചെയ്യണമെങ്കിൽ, കൗൺസിലറായിട്ട് ഇരിക്കണമെങ്കിൽ PG വേണമല്ലോ. അപ്പൊ ആ PG ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ആ ഒരു CBT ചെയ്യണമെങ്കിൽ ആ PG ലെവൽ വേണം. അതല്ല നിങ്ങൾക്ക് പിന്നെ സാധാരണ ഒരു പഠിക്കാനാണ് ഇതിനെപ്പറ്റി അവയർനെസ് ആർക്കും പഠിക്കാന്നുള്ളതാണ്. ഇപ്പൊ ഡിഗ്രികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കോളജി UG ഡിസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞതാണ് സർ. അപ്പൊ PG കൂടി എടുത്തോളി. PG ഇനിയിപ്പോ റെഗുലർ ആയിട്ട് പഠിച്ചൊരു ഡിസ്റ്റൻസ് ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഉണ്ടാവും തോന്നുന്നില്ല, നിർത്തിയെന്നാ കേട്ടത്. ആ NCHPന്റെ ഒരു അലിഗേഷൻസ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു PG കൂടി ഇതിന്റെ കൂടെ എടുക്കുക, റെഗുലർ ആയിട്ട് ഏതെങ്കിലും പഠിക്കുക. ഒരുപാട് കോഴ്സുകൾ ഉണ്ടല്ലോ. കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ തന്നെ MSc സൈക്കോളജി ഉണ്ട്. പിന്നെ അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ ഏതൊരു ഹാബിറ്റേഷനുമായിട്ട് കോഴ്സ് ഉണ്ട് എന്നൊക്കെ. പിന്നെ നോർത്ത് യൂണിവേഴ്സിറ്റികളാണ്, പുറത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. സാറേ, നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ട് MA സൈക്കോളജി പഠിച്ച നെറ്റ് എഴുതാൻ പറ്റുമോ? നെറ്റ് എഴുതി PhDക്ക്? നെറ്റ് എഴുതാന്ന് പറഞ്ഞാൽ UGC അംഗീകാരമുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ അതിന് അത് നിങ്ങൾക്ക് നെറ്റ് എഴുതാം. പിന്നെ ഇപ്പൊ അടുത്തിപ്പോ ഇന്നലെ മിനിഞ്ഞാത്തൊരു ഇത് വന്നിട്ടില്ലേ, സർക്കുലർ വന്നിട്ടില്ലേ, കേരള ഗവൺമെന്റ് അംഗീകരിച്ചതായി MA സൈക്കോളജി ഇഗ്നോന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ MSc സൈക്കോളജി തുല്യതയാക്കിയിട്ടുണ്ട്. എന്നപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ MA കഴിഞ്ഞവർക്ക് ഇനി ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഇനി ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടത്? ഒരു PhDയോ ഹയർ MPhil പോലെയുള്ള ആ ഒരു ക്ലിനിക്കൽ ലെവലിൽ പഠിക്കാൻ പോകണമെങ്കിൽ മാത്രം മതി ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ്. അതും പറയുന്നു. ഇഗ്നോന്റെ MSW ഇല്ലേ സർ, കൗൺസിലിംഗ്? അതെ അതെ. അപ്പോ അത് ചെയ്യാണെങ്കിലോ? അത് MSW ചെയ്ത് കഴിഞ്ഞാലും അത് കൗൺസിലിംഗ് മേഖലയിൽ കൂടെ, അതായത് നമുക്ക് പുറത്തുള്ള സോഷ്യൽ സർവീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാം. പക്ഷെ അത് കൗൺസിലിംഗ് സെന്റർ ഇട്ടിട്ട് സൈക്കോതെറാപ്പി ഒന്നും കൊടുക്കാൻ പറ്റിക്കോളണമെന്നില്ല. ചെയ്യുമ്പോ MA ആണോ MSc ആണോ ബെസ്റ്റ്? ഏതാണ്? നമ്മൾ ഇപ്പൊ ഏകദേശം MA ആണെങ്കിലും പിന്നെ MSc ആണെങ്കിലും ഏകദേശം ഷെഡ്യൂളുകളൊക്കെ ഏകദേശം അതിന്റെ മൊഡ്യൂളുകൾ ഒന്നുകൂടി സെയിം ആണെങ്കിൽ കൂടും. കുറച്ചാണ് MScയിലാണ് കുറച്ചുകൂടി ക്ലിനിക്കൽ ലെവല് ടൈപ്പിൽ വരുന്നത് ടോപ്പിക്കില്. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യാ പിന്നെ MSc ആയിരിക്കും. കാരണം ഞാനും ആദ്യമായിട്ട് പിന്നെ മഹാരാജ യൂണിവേഴ്സിറ്റി, നോർത്ത് യൂണിവേഴ്സിറ്റിയാണ് 2011 ഞാനൊരു MSc സൈക്കോളജി ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ അണ്ണാമലൈ അത് ഡിസ്റ്റൻസ് ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടത്. ഗൾഫിലൊക്കെ വർക്ക് ചെയ്തത്. പല നിയമങ്ങൾ. അത് മഹാരാജ യൂണിവേഴ്സിറ്റി നോർത്തിലാണോ? നോർത്തിലാണ്. ഇപ്പോ ഡിസ്റ്റൻസ് ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ കോഴ്സുകളൊക്കെ നിർത്തിയിട്ടുണ്ടാവും എല്ലായിടത്തും, എന്തെങ്കിലും തീരുമാനം ആവുന്നത് വരെ. ഇപ്പൊ ഈ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്റ്റൻസുകാർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോന്ന് അറിയില്ല. പല കോളേജുകളും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാണല്ലോ. അപ്പൊ അതിലേക്ക് ഒരു ബാക്കപ്പ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഇഗ്നോവിന്റെ ഇഷ്യൂ ഒക്കെ അത് ഒരുമിച്ചായിരിക്കുമല്ലോ ഇഷ്യൂ ഒക്കെ ശരിയാവും? അതെ, ഒക്കെ ശരിയാവുന്നതൊക്കെ ആയി. ഇഗ്നോന്റെ ഇപ്പൊ നമുക്ക് നല്ലപ്പോഴും ന്യൂസുകൾ പോസിറ്റീവായി. ഇപ്പൊ കേരളത്തിന്റെ ഗവൺമെന്റ് അംഗീകരിച്ച നല്ലൊരു പോസിറ്റീവായിട്ട് ന്യൂസ് തന്നെയാണല്ലോ.
സർ ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ MSc കഴിഞ്ഞാലും എങ്ങനെയാ? ഡിസ്റ്റൻസ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ ഒരു വാല്യൂ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പത്തെ സാഹചര്യത്തിൽ കേട്ടോ. മുമ്പൊക്കെ നമുക്ക് എവിടെയും ധൈര്യത്തോട് കയറി ചെല്ലായിരുന്നു. ഇപ്പൊ ബേസ് പിന്നെ അതേപോലെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, പിന്നെ ലേണിംഗ് ഡിസോർഡർ പോലെയുള്ള അല്ലെങ്കിൽ ഏർലി ഇന്റർവെൻഷൻ RC അപ്രൂവ് ആയിട്ടൊരു കോഴ്സ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവസരം ഉണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആണ്, നമുക്ക് പിടിച്ചു നിൽക്കാം. പിന്നെ PG കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അത് ഒരു അസിസ്റ്റന്റ് കൗൺസിലർ ആയിട്ടോ അതൊക്കെ എവിടെയെങ്കിലും ജോലിക്ക് കയറുക, ഒരു ക്ലിനിക്കൽ സൈക്കോളജി അണ്ടറിൽ വർക്ക് ചെയ്യുക. അങ്ങനെ ആ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ കരിയർ പോവാം. പിന്നെ ടീച്ചിങ് ഫീൽഡിലൊക്കെ ഒരുപാട് സാധ്യതകൾ ഉണ്ടല്ലോ നമുക്ക്. ഹലോ, യെസ്. ഞാനിപ്പോ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തത് 5 ഡേ വർക്ക്ഷോപ്പിനകത്ത് ജോയിൻ ചെയ്തിട്ട് അതിന്റെ ത്രൂ ലിങ്ക് കിട്ടിയിട്ടാണ് ഇപ്പൊ ജോയിൻ ചെയ്തേക്കുന്നത്. ഇതിൽ ജോയിൻ ചെയ്തപ്പോൾ ഈ 3 month കോഴ്സിന്റെ കാര്യം അറിഞ്ഞത്. ഈ 3 month കോഴ്സിലെ ഫസ്റ്റ് 5 days ആണോ ഈ 5 ഡേ വർക്ക്ഷോപ്പിലുള്ളവർക്ക് കൊടുക്കുന്നത്? അല്ലല്ല, 5 ഡേയ്സിൽ അത് വേറെ സെപ്പറേറ്റ് കോഴ്സ് തന്നെയാണ്. അത് 5 ഡേയ്സിൽ നമ്മൾ 1 ഡേ ഒരു ചെറിയ തിയററ്റിക്കൽ പാർട്ടും പിന്നെ ഡിപ്രഷൻ, ആങ്സൈറ്റി, OCD, പേഴ്സണാലിറ്റി ഡിസോർഡർ എങ്ങനെയാണ് CBT ഉപയോഗിക്കുന്നത് അതാണ് 5 ഡേയ്സ് നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ 3 month കോഴ്സിലേക്ക് ഇത് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നമ്മള് ഡീറ്റെയിൽസ് ഒക്കെ അയച്ച് സെയിം നമ്പർ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ആ 5 ഡേയ്സിൽ അവരോട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത നമ്പർ അവരോട് പറഞ്ഞാൽ മതി, ഞാൻ ഇതിനാണ് ജോയിൻ ചെയ്തത് പറഞ്ഞാൽ മതി. അപ്പൊ അവരെ പേയ്മെന്റ് കാര്യങ്ങൾ അവർ പറഞ്ഞുതരും എങ്ങനെയൊക്കെയാണുള്ളത്. ഓക്കെ, താങ്ക് യു. സാർ ഞാൻ ചോദിക്കട്ടെ ഡൗട്ട്? സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എങ്ങനെയാണുള്ളത്? വാല്യൂ എന്ന് പറയുന്നത് ഇഗ്നറ്റിന്റെ അത്യാവശ്യം നല്ല വാല്യൂ ഉള്ളത് തന്നെയാണ്. അതായത് ഇന്റേൺഷിപ്പിനാണെങ്കിലും നമ്മൾ സ്കിൽ ബേസ്ഡ് ആണ് കൊടുക്കുന്നത്. എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാവുന്നതാണ്. ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് UAE-ലൊക്കെ ആണെങ്കിൽ അറ്റസ്റ്റേഷൻ പറ്റുന്നതാണ്. സാർ ഞാനൊരു LD ട്രെയിനറാണ്. അപ്പൊ ഞാനിത് 5 ഡേയ്സിന്റെ വർക്ക്ഷോപ്പ് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഇതിലാണ് കാരണം എനിക്ക് തോന്നി അതിൽ കണ്ടപ്പോ അതൊരു ഡീറ്റെയിലിംഗ് ഇല്ല എന്നുള്ളത് തോന്നിയിട്ടാണ് ഞാൻ ഈ 3 monthsന്റെ ഒക്കെ ചേർന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഞാനിത് ചേരാൻ കാരണം എന്ന് വെച്ചാല് നമ്മളെ അടുത്ത് വരുന്ന മക്കള് അവർക്ക് ഒരേ ഏജ് കഴിയുന്തോറും അവരുടെ ബിഹേവിയർ ഒക്കെ ഭയങ്കര ചേഞ്ച് ആയിട്ട് വരുന്ന കുട്ടികളുണ്ട്. അപ്പൊ എനിക്ക് സൈക്കോളജി ബേസ് ഇല്ലെങ്കിലും കൂടെ എനിക്കിത് ഉപകാരപ്രദമാവില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. ഉപകാരപ്പെടും, 100% ഉറപ്പ് തന്നെയാണ് ഉപകാരപ്പെടും നിങ്ങൾക്ക്. അത് നിങ്ങൾ ആ ഫീൽഡിൽ കാരണം കോഴ്സ് കുറച്ച് ക്ലാസ്സുകൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആ കുട്ടികളിൽ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചോളൂ. അത് കാരണം ചെറിയ LKG മുതലുള്ള കുട്ടികളൊക്കെ നമുക്ക് ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് എത്തുമ്പോൾ ഒരുപാട് ബിഹേവിയർ ഒക്കെ ചേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. അഡോളസൻസിന്റെ ഒരു ആ സമയത്തുള്ള ഒരു ബിഹേവിയർ പോലെയൊക്കെ തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോഴേ. അപ്പൊ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നിയിട്ട് ഞാനൊരു 5 ഡേയ്സിന്റെ ചേർന്നിട്ടില്ല. അപ്പൊ ഒരു ബേസിക് ആയിട്ട് കിട്ടില്ലേ ഇത് എനിക്ക് ഇനിയിപ്പോ? സാറേ പിന്നെ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇപ്പൊ എനിക്ക് കൗൺസിലിംഗ് ഫോർ ലൈഫ് ലോങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസിലാണ് ചെയ്യാൻ താല്പര്യം. അപ്പോ അതില് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ എത്ര വരും CBTന്റെ? ഈ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സൈക്കോതെറാപ്പി ഇല്ലാണ്ട് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറയും. കൗൺസിലിംഗ് സാധാരണ കൗൺസിലിംഗ് ഇങ്ങനെ അവർ പറയുന്ന കേട്ട് കഥകളും കേട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് സൈക്കോതെറാപ്പി അറിയണ്ടേ? കൗൺസിലിംഗ് വേറെയാണ്, സൈക്കോതെറാപ്പി വേറെയാണ്. ചില ആളുകൾ എന്താണ് തെറ്റിദ്ധാരണ ഉണ്ട്, സൈക്കോതെറാപ്പി എന്ന് പറയും കൗൺസിലാണ്. അതായത് കൗൺസിലിംഗ് എന്ന് പറയും നമ്മൾ ആ പ്രോസസ്സിംഗ് അവരെ പ്രശ്നങ്ങൾ കേട്ട് ആ പ്രയാസങ്ങൾ മാറ്റാനുള്ള ഇന്റർവെൻഷൻ ടൂളാണ് സൈക്കോതെറാപ്പി. അതെ, അങ്ങനെ ഇതിനെ നമുക്ക് യൂസ് ചെയ്തൂടെ ഞാൻ ചോദിക്കാം. യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതില് പറ്റൂല്ലേ ഈ ലൈഫ് ലോങ് ലൈഫ് സ്റ്റൈൽ ഡിസീസസിലൊക്കെ ഇതിന്റെ എല്ലാ CBT എന്ന് പറയുന്നത് അതാണ് വ്യത്യാസം. എല്ലാ ഡിസീസും മെന്റൽ ഡിസോർഡറിനും എല്ലാ കാര്യം നമുക്ക് ഉപയോഗിക്കാന്നുള്ളതാണ്. സാറേ ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ? ഞാന് ഇഗ്നോയുടെ MA സൈക്കോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണേ. അപ്പൊ എനിക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റുമോ? കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു PG ലെവൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മുന്നത്തെ ഒരു നിയമപ്രകാരമൊക്കെ PG ആണ് കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. PG ലെവൽ കഴിഞ്ഞാൽ നമ്മൾ കൺസൾട്ടന്റ് ആണ്. ചില ആളുകൾ കൗൺസിലിംഗ് വെക്കും, ചില ആളുകൾ കൺസൾട്ടന്റും വെക്കും. പക്ഷെ രണ്ടും ഒരേ ഈക്വാലിറ്റി ആണ് എൻ്റെ ഒരു അറിവ്.
കൗൺസിലിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ചില ആളുകൾ ഏതെങ്കിലും ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കുസ്തി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ കുറെ ആളുകളെ പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു അലിഗേഷൻസ് ഒക്കെ വന്നത്. കാരണം കറക്റ്റ് ക്വാളിഫൈഡ് അല്ല. അവര് ചിലപ്പോൾ NLPയോ ഹിപ്നോട്ടിസോ അതിന്റെ കൂടെ എന്തെങ്കിലും കൗൺസിലിംഗ് ഒക്കെ പഠിച്ചിട്ട് അവിടെ ഇവിടെ ഇരിക്കും. എന്നിട്ട് ചിലപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് എക്സ്പേർട്ട് ആയിരിക്കും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞതുപോലെ അക്കാദമിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിക്കോളണമെന്നില്ല. സോ അറ്റ്ലീസ്റ്റ് ഒരു PG ആണ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ സേഫ് ആണ്. നമുക്ക് ധൈര്യത്തോട് പറയാം ഞാൻ ഈ സൈക്കോളജി PG കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈ റെഗുലർ ഡിസ്റ്റൻസ് ഒക്കെ പിന്നെയല്ലേ വരുന്നത്. സാറേ ഇതിന്റെ നമുക്കിപ്പോ കൗൺസിലിംഗ് ഒരു സെന്റർ തുടങ്ങുക അല്ലെങ്കിൽ ഒരു ഓഫീസ് ഇട്ടിരിക്കണമെങ്കിലോ നമുക്ക് പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ സമ്മതം വേണ്ടി വരുമോ? അതിന് പെർമിഷൻ വേണ്ടോ? അത് വേണം. നിങ്ങൾ ആദ്യം പോയിട്ട് പഞ്ചായത്ത് പോയിട്ട് നിങ്ങൾക്ക് ഒരു ലൈസൻസ് എടുക്കണം. അതിന് കുറച്ചൊരു ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു അക്കാദമിയിൽ കൊടുത്തൊരു 6 മാസം എടുക്കുന്ന ലൈസൻസ് കിട്ടാൻ വേണ്ടി. അത് LIC എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് അവിടെ നിന്ന് കിട്ടും. നമ്മുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ സർട്ടിഫിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ സിവിലിൽ അവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് സിവിലിലേക്ക് പോകും. സിവിലിന് വെരിഫിക്കേഷന് വരും. വെരിഫിക്കേഷൻ ശേഷം കഴിഞ്ഞിട്ടായിരിക്കും ലൈസൻസ് ഉണ്ടാവും. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് പേപ്പേഴ്സ് ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് പഞ്ചായത്തിൽ ആരെങ്കിലും മെമ്പർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ത്രൂന്ന് പറഞ്ഞ് അവർ ചെയ്തു തരും. എവിടെയാണ് സെന്റർ തുടങ്ങുന്നത്, ആ ബിൽഡിങ്ങിന് ലൈസൻസ് നമ്പർ വേണം, നമ്മുടെ ക്വാളിഫൈ വെരിഫിക്കേഷൻ ചെയ്യണം. പ്രോസസ്സിംഗ് ഉണ്ട്, പക്ഷെ കുറച്ചേരം എമൗണ്ട് ആവുന്നേ ഉള്ളൂ. സാറേ അപ്പൊ നമുക്കിപ്പോ PG ഇല്ലാന്ന് വിചാരിക്കാം, അപ്പോഴോ? PG ഇല്ലാണ്ട് നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളാണ് ചോദിച്ചത്. അല്ല PG ഡിപ്ലോമയൊക്കെ ആണെങ്കിൽ PG ഡിപ്ലോമയും നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും അങ്ങോട്ട് പറയാൻ പറ്റില്ല. നമ്മളെ ഈ ഒരു ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. ഡിപ്ലോമ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽ കോഴ്സുകളാണ്. ഇതേപോലെ CBT പോലെ ഡിപ്ലോമകളൊക്കെ പോലെ അവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ല തിരിക്കുന്നത്. അവരാണ് നമ്മുടെ സ്കില്ലുകളാണ്, നമുക്ക് ഉണ്ടാവുന്ന പെർഫോമൻസുകളാണ് അവിടെ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? നമ്മുടെ അക്കാദമിക് ലെവലാണ്. ഇത് നമ്മൾ പഠിച്ച സർട്ടിഫിക്കറ്റ് തന്നെയാണ്. എങ്കിൽ പോലും നമ്മൾ ഒരു 10ാം ക്ലാസ് +2 ഡിഗ്രി പിന്നെ PG ഈ ഒരു പാറ്റേൺ ആണ് ശരിക്കും നമ്മൾ പോകേണ്ടത്. ആ പാറ്റേൺ ഇല്ലാണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ PG ഡിപ്ലോമ പറഞ്ഞിട്ട് അവർ യൂണിവേഴ്സിറ്റി പറയുന്നത് അങ്ങനെയാണെന്ന് പറയുന്നത് PG ഡിപ്ലോമ എടുത്തിട്ട് ഇവിടെ കൗൺസിലിംഗ് സെന്റർ തുടങ്ങാൻ പറ്റും. ആ പഞ്ചായത്തിൽ നിന്ന് അപ്രൂവലൊക്കെ കാര്യങ്ങൾ തരും. പക്ഷെ അത് എത്തിക്സ് നോക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളായിരിക്കും. പിന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യം ക്ലയന്റ് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ, നെഗറ്റീവായിട്ടൊരു ഇമ്പാക്ട് നിങ്ങളുടെ ഭാഗത്തുണ്ടായി, അവിടെ ആ റിസൾട്ട് അവിടെ ഇന്റർവെൻഷൻ നടക്കുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പൊ അന്വേഷണം കാര്യങ്ങൾ വന്ന സമയത്ത് നിങ്ങൾ ആദ്യം എന്താ നോക്കുക? നിങ്ങളെ ക്വാളിഫിക്കേഷനാണ് നോക്കുക. നിങ്ങൾ എവിടെ പഠിച്ചിട്ടുള്ളത്, നിങ്ങൾ എന്താണ്, യൂണിവേഴ്സിറ്റി ഏതാണ്, ഇനിയിപ്പോ ഡിപ്ലോമയാണ്, നിങ്ങൾ ആരാണ് ഈ അനുവാദം തന്നിട്ടുള്ളത്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഡൗൺ ആവും. അപ്പോൾ മെയിൻ നമ്മളെ ക്വാളിഫിക്കേഷൻ നമ്മൾ സ്ട്രെങ്ത് ആക്കി വെക്കുക. നമ്മുടെ കയ്യിലുള്ള സാധനം PG ആണെങ്കിൽ PG അത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ PG ഇല്ല പഠിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി പഠിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പഠിക്കാൻ പോവുക. ഞാൻ സാറിന് അറിയാലോ, ന്യൂട്രീഷൻ ഡയറ്ററ്റിക്സ് കഴിഞ്ഞതാണ്, അതിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് ലോങ് ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ മാത്രം കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് അപ്രൂവ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. അതെ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. കാരണം നിങ്ങളെ ബേസിക് നിങ്ങളെ ക്വാളിഫിക്കേഷൻ ഡയറ്റീഷ്യൻ ആണ്, ന്യൂട്രീഷൻ ആണ്. അതിന്റെ കൂടെ അതിന് സഹായിക്കാൻ വേണ്ടി ഞാനൊരു കൗൺസിലിംഗ് ക്ലയന്റിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അവിടെ നിങ്ങൾ കൗൺസിലർ അല്ല ശരിക്കും, പക്ഷെ സഹായിക്കാൻ വേണ്ടി സൈക്കോതെറാപ്പി CBT പഠിച്ച് ഞാൻ അവിടെ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഞാൻ ട്രെയിനിങ് ഇൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് എന്തിനാ? നിങ്ങൾക്ക് അവയർനെസ് വേണ്ടിയിട്ട്. അതെ, ഇതിലേക്ക് ഒരു ആഡ് ഓൺ ആവാൻ വേണ്ടി ചെയ്തതാണ്. അതെ, ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ മതി എപ്പോഴും. കൗൺസിലിംഗ് സൈക്കോളജി 2 ഇയർ എടുത്തൊരു വ്യക്തിക്ക് MA സൈക്കോളജിയും ഉണ്ടെങ്കിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും, പിന്നെന്താ പറ്റുക? അപ്പൊ പറ്റുന്ന കാര്യമല്ല. നമ്മൾ PG സൈക്കോളജി എടുത്തല്ലേ. നമ്മളെ സൈക്കോളജി PG കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മറ്റു സൈക്കോതെറാപ്പികളോ LD ആണെങ്കിലും എന്ത് കോഴ്സ് പഠിച്ചാലോ ഒക്കെ ഞാൻ പറഞ്ഞോണം ആഡ് ഓൺ ആണ്, കൂടെ വരുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ കയ്യിൽ എന്നെ കൊന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇന്നതിലൊക്കെ എനിക്ക് സ്കില്ലുണ്ട്, പെർഫോമൻസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തെളിവുള്ള കാര്യങ്ങളാണ് വരുന്നത്. സർ ഒരു ചോദ്യം. ഞാൻ മെഡിക്കൽ MSW പാസ് ഔട്ട് ആണ് 2025. അപ്പോ മെഡിക്കൽ ആൻഡ് സൈക്കാട്രി സ്പെഷ്യലൈസേഷൻ ചെയ്തത്.
അപ്പോ ഈ CBTയുടെ ഇത്ര മന്ത്സിന്റെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ടാവും? ലൈക്ക് നമ്മൾ ഈ കൗൺസിലിംഗ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ CBT നമ്മൾ അത്ര ഡീപ്പായിട്ടൊന്നും ഞങ്ങൾ പഠിക്കുന്നില്ല MSWല്. ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ ഏതൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. തെറാപ്പീസും അങ്ങനെയൊന്നും ഒട്ടും ഫോക്കസ് ചെയ്യുന്നില്ല. അതെല്ലാ അപ്പോ കോഴ്സിലും അങ്ങനെ തന്നെയാണ്. PG ലെവലിൽ ഇപ്പോൾ MSc സൈക്കോളജി, MA സൈക്കോളജി എവിടെയും ഡീപ്പായിട്ട് എവിടെയും സൈക്കോതെറാപ്പി പറയുന്നില്ല. പേര് പറയുന്നു, ഇന്ന സാധനം ഉപയോഗിച്ച് കൊടുക്കുന്നു, അത് തന്നെ. പിന്നെ നമ്മൾ അതെ സർ. പഠിച്ചെടുക്കുകയാണ് ഇതെന്താണ് സാധനം വേറെ പോയിട്ട് അത് കറക്റ്റ് ആയിട്ട് എവിടെ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വെക്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഓൺലൈനായി, പക്ഷെ ഇതിന്റെ കൂടെ തന്നെ ചെന്നൈയിൽ ഇതിന്റെ ഒരു പാർട്ട് ഉണ്ട്. അതായത് പിന്നെ ആനന്ദം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ഞാൻ ശരിക്കും ഈ CBT പ്രാക്ടിക്കലി ആയിട്ട് എനിക്ക് അവിടെ നിന്നാണ് ഞാൻ ഒരു 6-7 മാസം ഞാൻ അവിടെ പോയി. ഒരു വർഷത്തെ കോഴ്സാണ്. 6-7 മാസം കറക്റ്റ് ആയിട്ട് എനിക്ക് അവിടെ നിന്ന് പ്രാക്ടിക്കൽ എക്സ്പോഷർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ PG കഴിഞ്ഞത് അവിടെ അണ്ണാമലൈ, അതേപോലെ ഈ മഹാരാജന് ഇപ്പൊ MA സൈക്കോളജി 3 PG. പക്ഷെ അതിലൊന്നും ഈ സാധനങ്ങൾ എവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. പഠിച്ചത് ഞാൻ എവിടെ പോയിട്ടാണ്, LDക്ക് ഇന്ന സ്ഥലത്ത് പോയി, പിന്നെ CBTക്ക് ഇന്ന സ്ഥലത്ത് പോയി, DBTക്ക് ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ഏകദേശം 15ഓളം തെറാപ്പികൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ എന്താണ് നമുക്ക് ബെനിഫിറ്റ് ആവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മാക്സിമം നോളജ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് ബെനിഫിറ്റ് ആണ്. കാരണം ഇതേപോലെ പബ്ലിക് പ്ലാറ്റ്ഫോം നിങ്ങൾ സെഷൻ എടുക്കുന്ന സമയത്ത് ഒരു 10 ആൾ മതി 100 ചോദ്യങ്ങൾ ചോദിക്കാൻ. ആ ചോദ്യങ്ങൾക്ക് പറയാനുള്ള ഒരു അവയർനെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓക്കെ സർ. ഹലോ സാർ. പറയൂ. ഹലോ സാർ, അത് ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ്. അപ്പൊ ഞാനിങ്ങനൊരു സൈക്കോളജിയുടെ ഒരു 6 മന്തിന്റെ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ഞാൻ അതിന് ചേർന്നു ഓൾറെഡി. ഇപ്പൊ അതിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു, ഓൺലൈൻ ആയിട്ടാണ്. അപ്പൊ ഞാൻ സൈക്കോളജിയും എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണ്. ഇനി നമ്മൾ അതിൽ കൗൺസിലിങ്ങിന്റെ എന്തെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്താ അതുമായി കണക്റ്റഡ് ആയിട്ട് എന്താ ഇനി പഠിക്കേണ്ടത്? PG ആണോ എടുക്കേണ്ടത്, MSc ആണോ, അല്ലെങ്കിൽ MA ആണോ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്? PG എന്ന് പറയുന്നതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയും. അതിൽ പെട്ടതാണ് MA, MCOM, MSc ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ MAയോ MScയോ എടുക്കണം, അല്ലാണ്ട് ആ ഡിപ്ലോമ വെച്ചിട്ട് നിങ്ങൾ കൗൺസിലിംഗ് പോകാൻ പാടില്ല. ഇത് തെറ്റാണ്. കാരണം ഇതിൽ വെച്ച് നമുക്ക് തിയറി ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. കാരണം പ്രാക്ടിക്കൽ നമുക്കൊന്നും അതിനായിട്ട് ഒന്നുമില്ല. അപ്പൊ ഞാനപ്പോ അതാണ് പല ആളുകൾ എന്താണ് ഇത് അങ്ങനത്തെ വാലിഡ് ആണ് ഇങ്ങനത്തെ വാലിഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ വാലിഡ് എന്ന് പറയുന്നത് ഇപ്പൊ അവർ കറക്റ്റ് ആയിട്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എത്രത്തോളം എന്റെ നിലവിലുള്ള ക്വാളിഫിക്കേഷനുമായിട്ട് എനിക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ വിമ്പിൾ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്യാൻ എനിക്ക് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ നേരത്തെ ഒന്ന് നീന മാം ചോദിച്ചു, എല്ലാ മാം ചോദിച്ചു, എനിക്ക് എന്ത് ബെനിഫിറ്റ് ആണുള്ളത്. അപ്പൊ നിങ്ങൾ നേരത്തെ 6 മാസത്തെ കോഴ്സിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ നിങ്ങൾ ആദ്യം ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ആ കാശ് കൊണ്ട് ഒരു PG ലെവലില് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ എഡ്യൂക്കേഷന് എന്നുള്ള ആ ഒരു ഫീ കുറച്ചും കൂടി മുടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ്, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കായിരുന്നു. അപ്പൊ പഠിച്ചത് മോശമാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ആ ടൈമിങ് അവിടെ കൊടുത്തൊരു ഇപ്പം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് കൗൺസിലിംഗ് PG പിന്നെ ഡിപ്ലോമ എന്നൊക്കെ പറഞ്ഞത്. അതൊന്നും ഒരു കാര്യമില്ല. നമ്മൾ പഠിച്ച സാധനം വീണ്ടും വീണ്ടും തരികയാണ് എല്ലാവരും. പറഞ്ഞ ഞാനാണെങ്കിൽ പോയി നടത്തുകയാണെങ്കിൽ അത് തന്നെയാണ് തരിക. പക്ഷെ നമുക്ക് ഒരു ചേരുന്ന സമയത്ത് PG കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു കൗൺസിലിംഗ് പോകാൻ പഠിക്കരുത്. കാരണം അവിടെ നമുക്ക് PG കഴിഞ്ഞിട്ട് വേണ്ടത് നമുക്ക് സൈക്കോതെറാപ്പിയാണ് വേണ്ടത്. കൗൺസിലിംഗ് പ്ലസ് സൈക്കോതെറാപ്പി ആണെങ്കിൽ കുഴപ്പമില്ല, രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് കിട്ടുന്നത്. പല ആളുകളും കൗൺസിലിംഗ് ഡിപ്ലോമ എന്ന് കേൾക്കുമ്പോൾ 10-20,000 ഉയരം ഒരുപാട് സിമ്പിൾ തന്നെ നമ്മൾ CBT ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞിട്ട് എന്റെ കാശ് അങ്ങനെ പോയി ഇങ്ങനെ പോയി. എന്താണ് നമ്മൾ ചിന്തിക്കാതെ എടുത്ത് ചാടിയത് കൊണ്ടാണ്. അത് തന്നെ CBT തെളിയിക്കുന്നത്. നമ്മൾ സിറ്റുവേഷൻ കാണുന്നു, ഒരു പോസ്റ്റർ കാണുന്നു, എനിക്കത് ക്യാഷ് കൊടുക്കും, തിരിച്ചു കഴിഞ്ഞിട്ട് കോഴ്സ് ജോയിൻ ചെയ്യും, സാർ അബദ്ധങ്ങൾ പറ്റി, അപ്പോഴാ ശരിക്കുള്ള യഥാർത്ഥ തോട്ടിലേക്ക് വരിക. ഞാൻ പെട്ടുപോയി, ആ സിറ്റുവേഷൻ അങ്ങനെ കണ്ടത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടൊരു കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് സമയത്ത് നോക്കുക. പിന്നെ ഇതിലൊരു ചാറ്റ് ബോക്സിൽ ഒരാൾ ABA കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ABA എന്ന് പറയുന്നത് UAE നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഡിഗ്രി മതി. അത് ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ എനി ലാംഗ്വേജ് ഡിഗ്രി പ്ലസ് ABA ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് മേഖലയിൽ അവിടെ വർക്ക് ചെയ്യും. ഓട്ടിസം മേഖലയാണ് കൂടുതലായിട്ട്. അത്യാവശ്യം 4,000-5,000 വിമ്പിളിൽ നമുക്ക് താൽക്കാലിക ഒരു മാസത്തെ വർഷ മാമിന്റെ ഉണ്ട്. ഫ്യൂച്ചറിൽ ഞാനിപ്പോ അടുത്താണ് അത് സർട്ടിഫൈഡ് ആയത്. UAE എന്നാണ് ഞാൻ ചെയ്തത്. അപ്പൊ അക്കാദമി പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. ഏതായാലും ഒരു 6 മാസത്തെ കോഴ്സ് ഞാൻ UAE ചെയ്തിട്ടുള്ളത് ദുബായിലുള്ള ഒരു NIT എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതായത് ക്യൂബന്റെ
അമേരിക്കന്റെ അവരെ സർട്ടിഫിക്കറ്റ് ആ, തന്നെയാണ്. കാരണം ഏകദേശം ഫീസ് എനിക്ക് അത് ദുബായ് 40,000 തന്നെയാണോ? 45,000 ദുബായ് തന്നെയാണ്. ദുബായ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത്. സാറ് നമ്മള് ഇനിയപ്പോ MA ആണോ കൂടുതല് നല്ലത്, MSc ആണോ, MSc സൈക്കോളജി ആണോ നല്ലത്, നമ്മള് MA അതാണോ നല്ലത് കൂടുതൽ രണ്ടും പ്രിഫറൻസ്? ഈ രണ്ടും ഈക്വൽ വാല്യൂ ആണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. MSc ആയിട്ട് കണക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്ന MSc ഒരു വാല്യൂ ഉണ്ടായി. ഇപ്പത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം രണ്ടിനും ഒരേ വാല്യൂ ആണ് കൊടുക്കുന്നത്. അത് പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലതെന്ന് പറഞ്ഞുതരാം സാറേ. നമ്മള് എങ്ങനെ ഡിസ്റ്റന്റ് ആയിട്ട് അത് എടുക്കുകയാണെങ്കിൽ അത് ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലതെന്ന് കൂടുതൽ വാല്യൂ ആയിട്ടുള്ളത്? ഇപ്പൊ ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞു, താൽക്കാലികമായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിലും ഡിസ്റ്റൻസ് നടക്കുന്നില്ല. ഇപ്പൊ ഈ ഇഗ്നോയില് അഡ്മിഷൻ നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഇഗ്നോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇഗ്നോയില് മറ്റു തരത്തിലൊരു ഈ അലിഗേഷൻസ് ഒന്നും ബാധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പൊ അടുത്താരെങ്കിലും 2026 പിന്നെ ഇഗ്നോ സ്റ്റോപ്പ്ഡ് എന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇഗ്നോയിൽ നിർത്തിയിട്ട് തൽക്കാലം ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിൽ പോയിട്ട് ഒരു പിന്നെ പരസ്യത്തിലും അഡ്വർടൈസ്മെന്റ് നിങ്ങൾ പെട്ടു പോകണ്ട. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നതിന് ശേഷം റെഗുലർ ആയിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. കാരണം ഡിസ്റ്റൻസ് വാല്യൂ ഇല്ല എന്നാണ് കേൾക്കുന്നത്. ഇല്ലാന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. സാർ, ഞാൻ നേരത്തെ ചോദിച്ച പോലെ രൂപേന്റെ അതിന്റെ ഡീറ്റെയിൽസ് സാർ ഞാൻ മെസ്സേജ് അയക്കാൻ സാറിന് പേഴ്സണലി. ഞാൻ എന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഗൾഫിലൊക്കെ അവിടെ സെറ്റിൽ ആകാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ ഗൾഫിൽ തന്നെ ചെയ്യുന്ന നല്ലത്. സാർ, ആക്ച്വലി ഞാൻ അവിടെ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ അവിടെ ഒരു നഴ്സറിയിൽ സെൻകോ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. പ്രഗ്നൻസി ആയപ്പോൾ ഞാൻ നാട്ടിലോട്ട് പോകുന്നതാണ്. ഇപ്പൊ എനിക്ക് തിരിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു 6 പ്രശ്നങ്ങൾ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുപാട് വേക്കൻസികൾ കഴിഞ്ഞ മാസം എന്താണ് ജനുവരി ഹയറിംഗ് ഒന്നും നടക്കുന്നില്ല. ഒരു സ്റ്റോപ്പ് ചെയ്തതാണ്. മാത്രം ഇപ്പൊ അവര് വിളിക്കുന്നുള്ളൂ ഓഗസ്റ്റിലോട്ടുള്ളത്. അതെ, സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ കയറിയവർക്ക് തന്നെ 3 ആളുകൾക്ക് ഞാൻ അറിയുന്ന അവര് ജോലി പോവുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് തുടക്കത്തിൽ 4,000-4,500 ദിർഹംസ് സാലറി കിട്ടിയില്ല. അവസ്ഥ എന്റെതും ഏകദേശം പോയ ഒരു ഇതിലാണ്. അവര് ഉള്ളവരെ ഒഴിവാക്കണം, കാരണം അവർക്ക് സാലറി കൊടുക്കാനുള്ള ഒരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞ ഏകദേശം ആ ഒരു റേഞ്ച് എനിക്കും കിട്ടിയിരുന്നു. പക്ഷെ അത് പോയ മട്ടാണ്. അപ്പൊ ഞാനിപ്പോ എന്തായാലും അപ്ഡേറ്റഡ് ആയിരിക്കാന്നുള്ള രീതിക്കാണ് ഞാനിങ്ങനെ. അപ്പൊ ഞാൻ ABA ആയിരുന്നു എന്റെ മൈൻഡിലോട്ട്. പക്ഷെ ഫിനാൻഷ്യലി ഇപ്പൊ കുറച്ച് ഡൗൺ ആയതുകൊണ്ട് ഞാൻ CPT നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്, ഹൈപ്പർ എഡ്യൂക്കേഷനിൽ നടക്കുന്നുണ്ട്. നമ്മളെ സൗദിയില് ഒരു ഫാത്തിമാമയാണ്, അവർ നല്ല എക്സ്പീരിയൻസ് അതില് PG ഒക്കെ എടുത്തുള്ള ആളാണ് ABA അവരെ ക്ലാസ്സുകൾ ഞാൻ അവരോട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 45 എത്ര ഫീ വരുന്ന അവിടെ? 45 ഉണ്ട് സർ. ഫീ വരുന്നുണ്ട്. പിന്നെ ഈ മൈസൂർ ബേസ് ബാംഗ്ലൂരൊക്കെ വെച്ച് നോക്കണ 75-80 രൂപ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ABA ഒക്കെ പഠിച്ചാൽ നല്ലതാണ്. നമുക്ക് പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫീൽഡാണ്. ഓട്ടീസുള്ള ഒരുപാട് കേസുകൾ, അതായത് ബിഹേവിയർ ഇഷ്യൂസിലൊക്കെ നമുക്ക് ABA കൊണ്ട് വളരെയധികം ഉപകാരപ്പെടും. പക്ഷെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ശ്രദ്ധിക്കുക, അത് വാലിഡ് ആണ്. ഒരുപാട് കാശ് കൊടുത്ത് പെട്ടുപോകരുത്. പിന്നെ ഗൾഫിൽ ചെയ്യാന്നുള്ളത് പറഞ്ഞാൽ ഗൾഫിലൊക്കെ അവിടെ സെറ്റ് ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ നിൽക്കുന്ന ആളുകൾക്ക് ഗൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രയോറിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ദുബായ് ഗവൺമെന്റിന്റെ അണ്ടറിൽ ചെയ്ത് കഴിഞ്ഞാൽ ജോലി സാധ്യതകൾ കൂടുതലാണ്. അവർക്ക് ഇവിടെ ചെയ്തതാണെന്നുള്ള ഒരു പ്രയോറിറ്റി അവിടെ ഉണ്ടാവും. സർ, നാട്ടില് ABA ചെയ്യുന്നതിന്റെ ഒരു അഭിപ്രായം പറയൂ. എവിടെ ചെയ്യുന്ന നല്ലത്? ABA ഇപ്പൊ കേരളത്തിൽ എന്റെ അറിവിൽ ഹൈപ്പർ എഡ്യൂക്കേഷനിലാണ്. അവരെ നല്ല ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ക്ലാസ് നല്ല ക്ലാസ് ആണ്. ആ മാമിനൊക്കെ ഞാൻ നേരിട്ട് അറിയുന്ന ഒരാളാണ്. എവിടെയാണോ ഒന്നുകൂടെ പറയുന്നത്? ഹൈപ്പർ എഡ്യൂക്കേഷൻ കേട്ടിട്ടില്ലേ? ഓക്കെ. പിന്നെ ഒരു ഫ്ലോറിയോ പറഞ്ഞിട്ട് ഇപ്പൊ വരുന്നുണ്ടല്ലോ. അത് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ട് അല്ലേ? എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഹൈപ്പറിലെ ഒരുപാട് കോഴ്സുകളൊക്കെ മുമ്പ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ക്വാളിറ്റി എനിക്കറിയാം. എന്റെ ഒരു കേസ് എന്താ വെച്ചാല് PG കഴിഞ്ഞതാ ഞാന്. PG കഴിഞ്ഞ് 1 ഇയർ ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇപ്പൊ 4 ഇയർ ഗ്യാപ്പ് എടുത്ത് ഇനി എങ്ങനെ ഈ ഫീൽഡിലേക്ക് കയറും എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുക. സാർക്ക് എന്താ അഡ്വൈസ്? പഠിച്ചു തുടങ്ങി തന്നെ എവിടെയാണ് നിർത്തി വെച്ചത് അവിടെ നിന്ന് മുന്നോട്ട് പോവുക. സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച് നിന്നിട്ടില്ല, അവസാനിക്കണില്ല. ആ ഒരു മേഖലയാണല്ലോ. ഇപ്പൊ നിലവിൽ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് ഏതെങ്കിലും കോഴ്സ് തുടങ്ങി അതിന് പഠിച്ചോളൂ. നമ്മൾ സമയം അതിന് കണ്ടെത്തുക പോവുക. അപ്പൊ ഇപ്പൊ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോഴ്സ് ഏതായിരിക്കും? നിങ്ങൾ ഏതാ PG കഴിഞ്ഞതാ? അതെ, അപ്ലൈഡ് സൈക്കോളജി. അപ്ലൈഡ് സൈക്കോളജി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഏതിലേക്കാണ് പോകാൻ താല്പര്യം ഉള്ളത്?
എനിക്കിപ്പോ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ LD അങ്ങനെ ഒരു ഫീൽഡാണ് ഇപ്പോൾ താല്പര്യമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു 6 മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഉണ്ട് LD ഓക്കെ ചെയ്യുക. എന്നിട്ട് LD ചെയ്തിട്ട് നേരെ ഒരു റെമഡിയേഷൻ സെന്റർ അങ്ങോട്ട് തോന്നുക, അതിൽ വർക്ക് ചെയ്യുക. ഓക്കെ ആയില്ലേ? ഓക്കെ താങ്ക് യു. അത് 6 മാസം ചെയ്യുന്ന സമയത്ത് വിമ്പിളിലാണെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ പ്രോഗ്രാം ഇവിടെ തുടങ്ങുന്നുണ്ട് 6 മാസത്തെ. അതല്ല ഓൺലൈനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നല്ലൊരു സെന്റർ ഞാൻ പറഞ്ഞിരുന്നത്. ഒരു 7-8 രൂപ ഫീസ് വരുന്നുള്ളൂ. പല സ്ഥലത്തും 15-20 വാങ്ങുന്നുണ്ട്. പക്ഷെ അവിടെ പ്രാക്ടിക്കൽ കിട്ടിക്കോളണമെന്നില്ല. പക്ഷെ ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടൊരു സെഷൻ എനിക്കറിയാം. ഇനി വിമ്പിളിൽ വേണമെങ്കിൽ LDന്റെ ഇപ്പോൾ ഒരു 3 മാസം 4 മാസം കോഴ്സുകളുണ്ട്. അതിന് നിങ്ങൾക്ക് ചോദിക്കാം. വാല്യബിൾ ആയിട്ടുള്ള നെറ്റിന്റെ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അപ്പൊ അതിനായ കോൺവെക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വർഷ മാം ആണ് ക്ലാസ് എടുക്കുന്നത്. അടിപൊളി ക്ലാസ് ആണ്. ഓൺ ചെയ്യാം. ഓൺലൈനായിട്ട് നല്ലൊരു ഇത് പറഞ്ഞത് എവിടെയാണ്? ഏത് ഓൺലൈൻ? LD-യുടെ? LD നമ്മുടെ അക്കാദമിയിലുണ്ട്. ഇപ്പൊ നിലവിലുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബാച്ച് പുതിയ തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ബാച്ച് എന്നാണ് തുടങ്ങുന്ന അറിയില്ല. ഇനിയിപ്പോ അതല്ല, ഞാൻ വേറെ ആണെങ്കിൽ 2 പേപ്പർ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. സാർ അതൊരു സംശയം കൂടെ ഉണ്ട്. ഈ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജി തമ്മിലുള്ള ഡിഫറൻസ് എന്താ? സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ, സൈക്കോളജി എന്ന് പറയുന്നത് നമുക്ക് മനഃശാസ്ത്രപരമായിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ വരും. ഏറ്റവും നോർമലായിട്ട് എല്ലാ. അപ്ലൈഡ് വരുന്ന സമയത്ത് അതിൽ കൂടുതൽ പോസിറ്റീവ് സൈക്കോളജിയാണ് കൂടുതലായിട്ട് ആഡ് വരുന്നത്. അതായത് ഒരു മനുഷ്യന് അയാൾക്ക് ഏതൊക്കെ രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാം, അങ്ങനത്തെ ഒരു പോസിറ്റീവ് സൈക്കോളജി അല്ല ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതിന്റെ കൂടെ തന്നെ പിന്നെ ഈ മെന്റൽ ഡിസോർഡറിനെ പറ്റി വിശദമായിട്ട്. ഇപ്പോൾ അപ്ലൈ എടുക്കുന്ന ആളുകൾക്ക് എന്താണ് കുറച്ച് ഡീപ്പായിട്ട് അങ്ങോട്ട് പോയിക്കൊള്ളണമെന്നില്ല. അതേ സമയത്ത് സൈക്കോളജി, നോർമൽ സൈക്കോളജി എടുക്കുന്ന സമയത്ത് എല്ലാ മെന്റൽ ഇൽനെസ്സും ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും. ഈ പറഞ്ഞ DSM-ഉം ICD-യും തമ്മിൽ എന്താ വ്യത്യാസം? DSM-ൽ പഴയതൊക്കെ നോക്കുകയാണെങ്കിൽ ഡീപ്പായിട്ട് പോകുന്നത്. ഈ ICD-ക്ക് 10 ലെവലിലൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞ കുറഞ്ഞ ഷോർട്ട് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ പോവുകയാണ്. ആ കാര്യം വിശദമായിട്ട് ഉണ്ടാവും, പക്ഷെ ഡീപ്പസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, താങ്ക് യു സാർ. സാർ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ LD-യിൽ ഡിപ്ലോമ എടുത്ത ആളാ. അപ്പോൾ ഞാൻ PG MA ഹിസ്റ്ററിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഇത് ചെയ്തത്. എനിക്ക് സെന്റർ തുടങ്ങാൻ പറ്റുമോ? ഞാനത് അന്വേഷിച്ചപ്പോഴേ പറഞ്ഞത് ഒന്നുമില്ല DED സ്പെഷ്യൽ എഡ്യൂക്കേഷൻ DED എടുക്കണം എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാല് നമ്മുടെ റെമഡിയേഷൻ സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ കൗൺസിലിംഗ് അല്ലല്ലോ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ തോന്നുന്നു റെമഡിയേഷൻ അല്ലേ, കുട്ടികളെ പഠിപ്പിക്കല്ലേ നമ്മള്. കാരണം അവിടെ നിങ്ങൾ ഒരു അസസ്മെന്റും കാര്യങ്ങളും എടുത്താൻ പാടില്ല. കുട്ടികൾക്ക് എന്താണ് ഈ പിന്നെ ഏതിലാണുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടെത്തി അതിന് കറക്റ്റ് ആയിട്ട് ലെസൺ ട്രീറ്റ്മെന്റ് പ്ലാൻ റെഡിയാക്കുക, ലെസൺ പ്ലാനിങ് റെഡിയാക്കുക, ഇത് കൊടുക്കുക, റെമഡിയേഷൻ കൊടുക്കുക. വേറെ തരത്തിലുള്ള ചികിത്സയും ട്രീറ്റ്മെന്റും പാടില്ല. കുട്ടിക്ക് ഒരു ബിഹേവിയർ ഇഷ്യൂസ് കണ്ടാൽ അപ്പൊ റെഫർ ചെയ്യുക. പിന്നെ എന്റെ മകള് പഠിക്കുന്നത് സ്പീച്ച് തെറാപ്പിയാണ്. അപ്പൊ അത് വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? അസസ്മെന്റ് കൊടുക്കാൻ പറ്റും? നിങ്ങൾക്ക് അവിടെ ഓക്യുപേഷൻ തെറാപ്പി കൊടുത്തൂടെ? അല്ല, സ്പീച്ച് ഓക്യുപേഷൻ അല്ല, സ്പീച്ച് തെറാപ്പിയാ, സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പിയാ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ പിന്നെ ഉപകാരപ്പെടും. ആ മോളെ കൊണ്ട് തന്നെ അത് RCI ലൈസൻസ് ഉള്ള ഏതെങ്കിലും കോഴ്സുകളൊക്കെ പഠിപ്പിക്കുക. അതല്ലേ? ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ PG കഴിഞ്ഞാല് നമുക്ക് ക്ലിനിക്ക് തുടങ്ങാൻ പറ്റുമോ? അതെ, ഇതാണ് നിലവിലുള്ള അവസ്ഥ. PG കഴിഞ്ഞ MPhil എടുക്കണം എന്നില്ല? RCI ലൈസൻസ്? MPhil എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ മെഡിക്കേഷൻ ആണ്, മരുന്ന് അല്ലെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ക്ലിനിക്. ഈ ഒരു RCI ലൈസൻസ് ഈ ഒരു ക്ലിനിക്കൽ ലെവൽ MPhil ഒക്കെ വരുന്നത് നമുക്ക് ഡോക്ടറേറ്റ് സ്ഥാനമാണ് കിട്ടുന്നത്. മറ്റൊരു എന്ന് പറയുന്നത് കൺസൾട്ടന്റ്. നമുക്ക് അവിടെ കൺസൾട്ട് ചെയ്യാനേ പറ്റൂ, മരുന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇത് രണ്ട് വ്യത്യാസമാണ്. ഇപ്പൊ നിങ്ങൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും PG കഴിഞ്ഞാൽ? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ പോയിട്ടൊരു പിന്നെ നിങ്ങളെ നാടിലേക്കുള്ള പിന്നെ നല്ലൊരു ലൈസൻസ് എടുക്കുക, അതിന്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കുക, അതിന്റെ അപ്രൂവൽ വാങ്ങുക. നല്ല രീതിയിൽ തന്നെ ലീഗലായിട്ട് തന്നെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. സാർ, ഞാന് UAE-ലാണ് ഉള്ളത്. അപ്പോ സാറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് തന്നെയാണ് ABA ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർഷ മാമിന്റെ LD കോഴ്സും ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോ അവര് ചോദിക്കണത് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ BEd വേണമെന്നാണ്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? കഴിഞ്ഞിട്ടല്ലേ, ഇപ്പൊ അപ്ലൈ ചെയ്യേ വേണ്ട, ആ ഭാഗം ചിന്തിക്കേ വേണ്ട. കോഴ്സ് കഴിയട്ടെ എന്നിട്ട് ചെയ്താൽ മതി. കാരണം ഇപ്പൊ നമ്മള് അപ്ലിക്കേഷൻ നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നതിന് മുമ്പിട്ട് എവിടെയൊക്കെ പോവാന്ന് സാധ്യതകൾ
99% ഷുവറാണ് നിങ്ങൾക്ക് എബിക്ക് അവിടെ ജോലി കിട്ടുന്നുള്ളത്. അത്രമാത്രം ആളുകൾക്ക് അവിടെ ക്ലയന്റ് കുട്ടികൾ പ്രശ്നങ്ങളുണ്ട്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസോട് പറയാണ് അവിടെ നിങ്ങൾക്ക് ജോലി 100% കിട്ടുമെന്ന്. പഠിക്കുക, നല്ല രീതിയിൽ ആ സൂപ്പർവിഷനും എടുക്കുക, കൂടെ തന്നെ ആ സൂപ്പർവിഷൻ തന്നെ ഓൺലൈനിലുള്ള ഓഫ്ലൈൻ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഓഫ്ലൈൻ ചെയ്യുക. ഒരു 1-2 സൂപ്പർവിഷൻ നിങ്ങൾ ആ സൂപ്പർവൈസർ ആരാണുള്ളത് അവരുടെ കൂടെ ചെയ്യുക, എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. അതിന് മുമ്പുള്ള സ്ട്രെസ് ഒക്കെ മാക്സിമം ഒഴിവാക്കും. താങ്ക് യു സർ. നമ്മൾ എന്ത് പഠിച്ചാലും സാധ്യതകൾ അവിടെ ഉണ്ട്. നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ കിട്ടാത്തൊരു ഏരിയ ഇല്ല. അപ്പോ CBT നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ജോയിൻ ചെയ്യുക. അതേപോലെ നമ്മളെ ഈ ഒരു വിംബിളിലെ പല കോഴ്സുകളും നിങ്ങളെ ഫ്രണ്ട് സർക്കിൾ ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ സർവീസുകളൊക്കെ അവരിലേക്ക് എത്തിക്കുക. നമുക്കൊരു നോളജ് ഹബ്ബാണ് വിംബിൾ എന്ന് പറയുന്നത്. ആർക്കും എപ്പോഴും എന്തും ചോദിക്കാം, ഉള്ളത് ഞങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെ സർക്കിളിലൊക്കെ പറയുക, അപ്പോൾ ഷെയർ ചെയ്യുക നമ്മളെ കാര്യങ്ങളൊക്കെ. വിംബിളിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം ഓരോ സെഷനും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ സഹായം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. മാക്സിമം എല്ലാ ഫാക്കൽറ്റീസും ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾ കോപ്പറേറ്റീവ് ടീം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. ഇപ്പോൾ വൈസൽ സാറിന് വേറൊരു സെഷന് വേറെ നമ്മളെ ട്രെയിനർ ഫെയർവെൽ നടക്കുന്നത് കൊണ്ടാണ് എൻ്റെ പുള്ളിക്കാരൻ ഇവിടെ എത്തേണ്ടതാണ്. എനിവേ സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തുണ്ടെങ്കിൽ പേഴ്സൺ യെസ് ഇപ്പൊ ഞാൻ നിലവിൽ ബാംഗ്ലൂർ ഒരിടത്ത് ABA തെറപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഈ BCBA സർട്ടിഫിക്കേഷൻ ഉള്ള പ്രോസസ്സും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ അറിയാമോ? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം. കാരണം ഞാൻ ഊഹം വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ മാം എന്നോട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ആരോടും ചോദിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അതിന്റെ പ്രോസസ് ഞാൻ പറഞ്ഞുതരാം. ഏത് നമ്പറിലേക്കാ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാ? എന്റെ നമ്പർ ഞാൻ ചാറ്റിലിടാം. 7360 എന്റെ മൊബൈലിന്റെ അടുത്ത നമ്പറാണ്. അപ്പൊ ഞാൻ സാധാരണ PPT ഒക്കെ ചെയ്യുന്നത് ഗൾഫ് നമ്പറിലാണ്. ഞാൻ ഗൾഫിൽ നിന്ന് പോകുന്നതാണ്. ഇപ്പോൾ ഈ നമ്പറാണ് സാധാരണ ഞാൻ ഉപയോഗിക്കാറ്. നമ്പർ വേണമെങ്കിൽ പേഴ്സണൽ കോൺടാക്റ്റിനൊക്കെ വേണമെങ്കിൽ എഴുതി കൊടുത്തത് 730696. വാട്സപ്പും ഉണ്ട്, 2 കോളും ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? നമുക്ക് വെള്ളിയാഴ്ച കാണാം. വെള്ളിയാഴ്ച ഒരു ഫ്രീ വെബിനാർ ഉണ്ടാവും. പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം. എല്ലാ വെള്ളിയാഴ്ച എൻ്റെ ഫ്രീ വെബിനാറുകൾ ഉണ്ട്. പെയ്ഡ് കോഴ്സുകൾ മാത്രമൊന്നുമല്ല, ഫ്രീ വെബിനാർ എല്ലാ വെള്ളിയാഴ്ച എൻ്റെ ഫിക്സ് ആണ്. സമയം 7 to 8 അല്ലെങ്കിൽ 8 to 9 ഒരു സമയം വ്യത്യാസം ഉണ്ടാവും. അപ്പം മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക, അറിവുകൾ നേടുക. പിന്നെ അതന്നെ ഞാൻ പറയുന്നത് തന്നെ വിശ്വസിച്ച് ഇതാണ് സൈക്കോളജി, ഇതാണ് സൈക്കോതെറാപ്പി ഒന്നുമില്ല. നിങ്ങൾ പഠിച്ചതൊക്കെ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമ്മളെ എക്സ്പീരിയൻസിൽ ഇങ്ങനത്തെ എന്താണ് പ്ലാറ്റ്ഫോമുകൾ പറയുക. അതുപോലെ നിങ്ങൾ ക്ലാസ് എടുക്കാൻ താല്പര്യം ഉള്ളതിന് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. മോർണിംഗ് സർക്കിളുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5:30 ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ക്ലാസ് എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾ എല്ലാത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. എനിവേ ഇത്രയും നേരം ഒരുപാട് ആളുകൾ പോയി അടുത്തും തോന്നുന്നു. ഇനി 22 പേര് കൂടി ഉണ്ട്. നമുക്ക് ഇനി അധികം വൈകിക്കേണ്ട. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. എന്റെ റെക്കോർഡ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ആർക്കും വേണമെങ്കിൽ കൊടുക്കാം നിങ്ങൾക്ക്.